പ്രാചീന ഭാരതത്തിൽ സ്ത്രീകൾ രണ്ട് പ്രകാരത്തിലുണ്ടായിരുന്നു. ഒന്ന് ബ്രഹ്മവാദിനികളും പിന്നെ സദ്യോവധുക്കളും. സദ്യോവധു വെച്ചാൽ വേഗം വിവാഹം കഴിഞ്ഞ് കുടുംബ ജീവിതം നയിക്കുന്നവരാണ് സദ്യോവധുക്കൾ. ബ്രഹ്മവാദിനി എന്ന് പറഞ്ഞാലോ ഈശ്വര ധ്യാനത്തിലൂടെ സഞ്ചരിക്കുന്ന, ബ്രഹ്മസാക്ഷാത്കാരത്തിനായി ശ്രമിക്കുന്ന ആ മാർഗത്തെ സ്വീകരിച്ചവരാണ് ബ്രഹ്മവാദിനികൾ. ഒക്കെ വേദത്തിൽ തന്നെ കാണാൻ കഴിയും. വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ഗാർഗിയെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഗാർഗി, അതുപോലെ അപാല, അതുപോലെ വിശ്വാവര, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ബ്രഹ്മവാദിനികളെ വൈദിക സാഹിത്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ഭാഗവതത്തിലും സൂചിപ്പിക്കുകയാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? വയുനാധാരിണി എന്നൊക്കെ പേരായ ബ്രഹ്മവാദിനികളെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതൊക്കെ വായിക്കുന്ന സമയത്ത് വൈദിക സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു. ഉപനിഷത്തിലൊക്കെ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. യാജ്ഞവൽക്യനോട് ചോദ്യം ചോദിക്കാനുള്ള അത്ര തൻ്റെ ഇടം ആർക്കുണ്ടായിരുന്നു? ഗാർഗിക്ക് ഉണ്ടായിരുന്നു. ഗാർഗിയുടെ ചോദ്യത്തിന് യാജ്ഞവൽക്യൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മറുപടി കൊടുക്കുന്നത്. അത്രയധികം യാജ്ഞവൽക്യ മഹർഷിയെപ്പോലുള്ളവരെ പരീക്ഷിക്കാൻ മാത്രമുള്ള കഴിവ് ഉള്ള സ്ത്രീകൾ വൈദിക കാലത്ത് ഉണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതെ, അതാർത്ഥം. അങ്ങനെയുള്ള വയുനാധാരിണി ഇവരെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. 16 പെൺകുട്ടികളിൽ 13 പേരെ വിവാഹം കഴിച്ചത് ധർമ്മദേവനാണ്. അതിൽ മൂർത്തി എന്ന് പേരായ പെൺകുട്ടിയുടെ മക്കളായിട്ട് ധർമ്മദേവനും മൂർത്തി ദേവിയുടെയും 2 പേരുടെയും സന്താനങ്ങളായിട്ട് ഭഗവാൻ തന്നെ നരനാരായണ മഹർഷിമാരായിട്ട് അവതരിച്ചു എന്ന് പറയുകയാണ്. ഈ നരനാരായണ മഹർഷിമാരാണ് പിന്നീട് ശ്രീകൃഷ്ണാർജുനന്മാരായിട്ട് വരുന്നത്. ആദ്യം നരനാരായണ മഹർഷിമാരായിട്ടാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത്. അവസാനത്തെ മകളാണ് സതി. സതിയെ ആരാ വിവാഹം കഴിച്ചത്? പരമശിവനാണ് വിവാഹം കഴിച്ചത്. പക്ഷേ ഈ ഒരു യോജിപ്പ് ഉണ്ടായില്ല, അധിക കാലമൊന്നും നിന്നില്ല. ദക്ഷപ്രജാപതിക്ക് ശിവനോട് വല്ലാതെ വിദ്വേഷം വർദ്ധിച്ചു. അങ്ങനെ ശിവനെ നിന്ദിച്ചും കൊണ്ടൊരു യാഗം നടത്തി. ആ യാഗത്തിൽ സതീദേവി ആത്മാഹുതി ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പം കഥ കേൾക്കുന്ന വിദുരർക്ക് അത്ഭുതമായി. എന്താ അങ്ങനെയൊക്കെ വരാൻ കാരണം? ഭവേ ശീലവതാം ശ്രേഷ്ഠയെ ദക്ഷോ ദുഹിതൃവത്സല. ദക്ഷൻ പെൺകുട്ടികളോടൊക്കെ വളരെ ഇഷ്ടമുള്ള ദുഹിതൃവത്സലനാണ്. പെൺകുട്ടികളെ വളരെ സ്നേഹമുള്ള ആളാണ് ദക്ഷൻ. ശിവനും അങ്ങനെയാണ്, ആരോടും ദേഷ്യമില്ലാത്ത ആളാണ് ശിവൻ. കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി. അങ്ങനെയുള്ള ആ ഭഗവാനോട് ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഭഗവാൻ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടാവുമോ? ഇല്ല. ശിവൻ ആത്മാരാമനാണ്, ആരോടും ഒരു വിദ്വേഷവും ഇല്ലാത്ത മഹാപുരുഷനാണ്. അങ്ങനെയുള്ള ശിവനോട് എന്തുകൊണ്ടേ ഈ ദക്ഷൻ ഇത്രയധികം വൈരണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ്. നേരെ പറഞ്ഞു, ഇതൊക്കെ കാരണം ദക്ഷൻ്റെ അഹങ്കാരമാണ്, ഞാനെന്ന ഭാവം. ദക്ഷൻ പ്രജാപതിയാണ്. പ്രജാപതി വെച്ചാൽ ആരാണ്? ബ്രാഹ്മണനും ആവുക, രാജാവും ആവുക. അങ്ങനെ അയാൾ പ്രജാപതിയായി. ബ്രാഹ്മണനായാൽ തന്നെ സമൂഹത്തിൽ സ്വീകാര്യത കിട്ടും. എന്തൊക്കെ കുറ്റങ്ങളൊക്കെ പറഞ്ഞാലും ബ്രാഹ്മണരോടൊരു ബഹുമാനമൊക്കെ ഒന്നും ഉണ്ട് സമൂഹത്തിൽ. രാജാവും കൂടി ആയി കഴിഞ്ഞാലോ അപ്പോൾ അതിലേറെ പ്രാധാന്യം, ഒരു അഹങ്കാരം കൂടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ ഉണ്ട്. ബ്രാഹ്മണരും രാജാവുമായി കൊണ്ടുള്ളവർ പല ദിക്കിലും ഉണ്ട്. ഉദാ എറണാകുളത്തടുത്ത് ഇടപ്പള്ളി ഉണ്ട്. ഇടപ്പള്ളി സമ്പ്രദായത്തിൽ അവർ ബ്രാഹ്മണരാണ്, പക്ഷേ അവർ രാജാവുമായിരുന്നു ഇടപ്പള്ളിയുള്ളവർ. അതുപോലെ അമ്പലപ്പുഴ ചമ്പകശ്ശേരി രാജവംശം, അവർ ബ്രാഹ്മണരുമാണ്, രാജാവുമായിരുന്നു. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അഹങ്കാരം കൂടാൻ വേറൊന്നും വേണ്ട. ഞാനെന്ന ഭാവം ഉണ്ടായാൽ, എനിക്കെല്ലാ ബഹുമാനവും കിട്ടുന്നുണ്ട് എന്ന് കണ്ടാൽ അഹങ്കാരം വർദ്ധിക്കും, തലക്കനം കൂടും. അതാണ് ദക്ഷപ്രജാപതിക്കും സംഭവിച്ചത്. ദക്ഷപ്രജാപതി എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ, ഒരു ദിക്കിലെത്തിക്കഴിഞ്ഞാൽ തന്നെ കണ്ടിട്ട് ആരൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് അതാണ് നോക്കുക. ആരെങ്കിലും എഴുന്നേൽക്കാതിരിക്കുന്നുണ്ടോ അതൊക്കെയാണ് നോക്കുക. ആരെങ്കിലും എഴുന്നേൽക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ എഴുതി വയ്ക്കും. പിന്നെ അവരെ വിളിച്ചാലൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമായി. അപ്പോൾ ബഹുമാനം പിടിച്ചു വാങ്ങുക എന്നുള്ളൊരു ചിന്ത ദക്ഷപ്രജാപതിക്ക് വന്നു. അങ്ങനെ ഉണ്ടാവരുത്. അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നാൽ കുട്ടികൾ എഴുന്നേൽക്കുക വേണ്ടത്. കുട്ടികളെ കൊണ്ട് എഴുന്നേൽപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. കണ്ടാൽ എഴുന്നേൽക്കുക, അങ്ങനെയാണ് വേണ്ടത്. അത് ബഹുമാനം പിടിച്ചു വാങ്ങുക എന്നുള്ള സമ്പ്രദായം ശരിയല്ലല്ലോ. അങ്ങനെ ദക്ഷപ്രജാപതിയുടെ ഉള്ളിൽ വർദ്ധിച്ചു വന്നു. ഒരു ദിവസം ദേവന്മാരുടെ ഒരു സത്രം നടക്കുകയാണ്, ഒരു സഭ. ആ സഭയിലേക്കായി ദക്ഷപ്രജാപതി എങ്ങനെ വന്നു? എല്ലാവരും ദക്ഷനെ കണ്ട സമയത്ത് അങ്ങോട്ട് എഴുന്നേറ്റു. പക്ഷെ 3 പേര് ദക്ഷനെ കണ്ടിട്ട് എഴുന്നേറ്റതേ ഇല്ല. ആരൊക്കെയാണ്? ത്രിമൂർത്തികൾ. വിഷ്ണു ഭഗവാൻ എഴുന്നേറ്റില്ല,
ബ്രഹ്മാവ് എഴുന്നേറ്റില്ല, ശിവനും എഴുന്നേറ്റിട്ടില്ല. അപ്പം ശിവൻ എഴുന്നേറ്റില്ല എന്നുള്ളതിൻ്റെ പേരിൽ ദക്ഷന് വല്ലാതെ ഇങ്ങോട്ട് ദേഷ്യം വന്നു. തൻ്റെ മകളെ വിവാഹം കഴിച്ച ആളല്ലേ, തന്നെ ആദരിക്കണ്ടേ. മരുമകൻ എന്നാണ് പറയുക. ശരിക്കും മരുമകൻ എന്നല്ല പറയേണ്ടത്, മറുമകൻ എന്നാണ് പറയേണ്ടത്. മറുഭാഗത്തെ മകൻ എന്നാണ്. അതിങ്ങനെ മരുമകൻ എന്നായതാണ്. അപ്പം മരുമകനല്ലേ, മകനല്ലേ. അപ്പം മകൻ അച്ഛനെ കണ്ടാൽ എഴുന്നേൽക്കണ്ടേ. ആ ഒരു ചിന്ത ദക്ഷൻ അങ്ങനെ വർദ്ധിച്ചു വന്നു. എന്നിട്ട് അവിടെ വെച്ച് ശിവനെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ അങ്ങോട്ട് പറയുകയാണ്. എന്തൊക്കെയാ പറഞ്ഞത് ചോദിച്ചാൽ അതൊന്നും പറയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. അത്ര മോശമായിട്ടൊക്കെയാ പറഞ്ഞത്. ഗൃഹീത്വാ മൃഗശാവാക്ഷ്യ പാണിം മർക്കടലോചന. എൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സുന്ദരി. ഗൃഹീത്വാ മൃഗശാപാക്ഷ്യ, മാനിൻ്റെ കണ്ണ് പോലുള്ള അത്ര സുന്ദരമായ കണ്ണുകളാണ് എൻ്റെ സതീദേവിക്കുള്ളത്. ഈ വിദ്വാനോ ശിവനോ മർക്കടലോചന, കൊരങ്ങൻ്റെ കണ്ണ്. ഇങ്ങനെയുള്ള ഈ ഒരാൾക്കിൻ്റെ മകളെ കൊടുത്തത് തന്നെ അവിടെ ബ്രഹ്മാവ് ഇരിക്കുന്നുണ്ട്. ബ്രഹ്മാവിനെയും കുറച്ച് ചീത്ത പറഞ്ഞു. ചോദ്യതേ പരമേഷ്ഠിന, ഈ ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് എൻ്റെ മകളെ അങ്ങോട്ട് കൊടുത്തത്, ശിവന് കൊടുത്തത്. നല്ല രീതിക്ക് താമസാക്കുക. അതൊന്നല്ല. എവിടെയാ താമസിക്കുന്നത്? ചൊടലയിലാണ് താമസം. പ്രേതാവാസേഷു ഘോരേഷു പ്രയതേർഭൂതഗണേർവൃത അടത്യുന്മത്തവന്നഗ്നോ രുക്തകേശോ ചിതാഭസ്മകൃത സ്നാന. ഒരു പൗഡർ പോലും കൊടുത്തിട്ടില്ല ഭാര്യയ്ക്ക്. എന്താ കൊടുത്തത്? ചിതാഭസ്മാണ് സമ്മാനമായിട്ട് കൊടുത്തത്. ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് എൻ്റെ മകളെ കൊടുക്കുക? കൊടുത്തു പോയി. എൻ്റെ വിവരക്കേട് കൊണ്ട് കൊടുത്തു പോയതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശിവനെ കുറേ ചീത്ത പറഞ്ഞു, പരിഹസിച്ചു. ശിവന്റെ ഭൂതഗണങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ശിവനെപ്പോലെ തന്നെ ഉന്മത്തന്മാരായും കൊണ്ടങ്ങനെ നടക്കുന്നത് കാണാം. കുറേ പറഞ്ഞു അവിടെ. ഇയാൾക്കൊക്കെ ആരാ ശിവന് പേരിട്ടത്? ശിവാപദേശോ ഹ്യ ശിവ. ശിവൻ ചാ മംഗളസ്വരൂപൻ എന്നാണ് അർത്ഥം. മംഗളസ്വരൂപൻ എന്നൊന്നും പേരിടാൻ വയ്യ. മംഗളവും ഇല്ലാത്തൊരാൾ. എന്നാൽ ശിവനെ ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പോൾ ശിവനത്ര വിഷമമൊന്നുമില്ല. കാരണം ആനപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നടന്നു വരുന്ന നായ കുറച്ചാൽ ആനപ്പുറത്തിരിക്കുന്ന ആൾക്കെന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പം നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് നായ കുറച്ചു എന്ന് വരും. നായനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നായെ സപ്താഹം കേൾക്കാൻ പോവുകയാണ്, അവിടെ സപ്താഹമാണ് പെരുവമ്പൂർ അമ്പലത്തിൽ, കുരയ്ക്കരുതെന്നും പറഞ്ഞാൽ നായ 2 കുരയും കൂടിയും കുരയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ മൈൻഡാക്കില്ല സാധാരണ. അതുപോലെ ശിവനതൊന്നും ഒരു കാര്യമാക്കി ഇട്ടിട്ട് തന്നെയില്ല, ഉദാസീനനായിട്ടിരുന്നു. അപ്പോൾ അതിലേറെ ദേഷ്യമായി. അപ്പം നമ്മളൊരാളെ ചീത്ത പറയുമ്പോൾ അയാളൊന്നും മിണ്ടാതെ എങ്ങനെ ഇരുന്നാലോ, ഉദാസീനനായിട്ടിരുന്നാൽ നമുക്ക് ദേഷ്യം കൂടുക ചെയ്യുക. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രശ്നം ഉണ്ടാവാനല്ലേ ദേഷ്യം പറയുന്നത്. എന്നിട്ട് അയാളൊന്നും പറയുന്നില്ല വെച്ചാൽ വിഷമം കൂടുമല്ലോ. ദേഷ്യവും വർദ്ധിച്ചു ദക്ഷന്. ഈ സമയത്ത് അവിടെ ശിവന്റെ കൂടെ നന്ദികേശ്വരൻ ഉണ്ടായിരുന്നു. നന്ദികേശ്വരൻ അവിടെ വെച്ച് ദക്ഷന്റെ ഭാഗം നിൽക്കുന്ന മഹർഷിമാരൊക്കെ ശപിച്ചു. നിങ്ങൾക്കൊന്നും വേദത്തിൻ്റെ അർത്ഥം നിശ്ചല്യാതെ പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപിച്ചു. ഈ സമയത്ത് ദക്ഷന്റെ ഭാഗത്ത് ഭൃഗുമഹർഷിയുണ്ട്. ഭൃഗുമഹർഷി ശിവന്റെ കൂട്ടുകാരൊക്കെ ശപിച്ചു. നിങ്ങൾക്കൊന്നും ഒരു കഴിവില്ലാതെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ശപിച്ചു. ഇങ്ങനെ തിരിച്ച് ശപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശാപം. അവസാനം ദക്ഷന് ശിവന് യാഗം കിട്ടാതെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. യാഗഭാഗം ഇല്ലാതെ ആവട്ടെ. സാധാരണ ഏതൊരു പൂജയും തുടങ്ങുന്ന സമയത്ത് ആദ്യം ആർക്കാ കൊടുക്കുക? ശിവനാണ് ആദ്യത്തെ പൂജ കൊടുക്കുക. പ്രഥമോ ദൈവ്യോഭിഷക് എന്നല്ലേ പറയുക. പ്രഥമോ ദൈവ്യോഭിഷക്, ആദ്യത്തെ ആ പ്രാധാന്യം തന്ത്രത്തിലായാലും ഏതിലായാലും വൈദിക സമ്പ്രദായത്തിലായാലും ഒക്കെ ശിവന് വളരെ പ്രാധാന്യമുണ്ട്. അതാണല്ലോ നമശിവായ എന്നുള്ള ആ മന്ത്രം തന്നെ വേദത്തിലുള്ള മന്ത്രമാണ്. നമശങ്കരായ ച മയസ്കരായ ച നമശിവായ ച ശിവതരായ ച. ഏറ്റവും പ്രാധാന്യമാണ് ആ ശ്രീരുദ്രത്തിനും. ശ്രീരുദ്രത്തിലെ 8ാമത്തെ ആ അനുവാകത്തിൽ വരുന്ന നമശിവായ പഞ്ചാക്ഷരം, അത് ഏറ്റവും പ്രാധാന്യമുണ്ട്. അതാണല്ലോ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത്, പഞ്ചാക്ഷരം പാവനമുച്ചരന്ത പതിം പശൂനാം ഹൃതി ഭാവയന്ത. പഞ്ചാക്ഷരം പാവനമുച്ചരന്ത, ദിവസേന പഞ്ചാക്ഷരം ജപിക്കുക. പതിം പശൂനാം ഹൃതി ഭാവയന്തം, ആ പശുപതിയെ പരഹാദേവനെ ധ്യാനിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്. അപ്പം ആ ശിവന് ഒരു സ്ഥാനവും കിട്ടാതെ പോകട്ടെ, യാഗം കിട്ടാതെ പോകട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. ശിവന് യാഗം ഇല്ലാതെ ആവട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. ഇതൊക്കെ കഴിഞ്ഞു. അവിടുന്ന് എല്ലാവരും തിരിച്ചു പോവുകയും ചെയ്തു. ഇപ്പം ശിവനില്ലാത്ത യാഗം ഇതുവരെ ആരും നടത്തിയിട്ടില്ല. ആർക്കും താല്പര്യമില്ല ശിവനില്ലാത്ത യാഗം നടത്താൻ. ദക്ഷൻ തന്നെ തീരുമാനിക്കുകയാണ് ശിവനില്ലാത്ത യാഗം നടത്താൻ. ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ, ശിവനില്ലാത്ത യാഗം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. അതിനായിട്ട് ദക്ഷൻ തന്നെ തീരുമാനിച്ചു. ബൃഹസ്പതി സവം വേരാ ഒരു യാഗം ആദ്യം നടത്തി. അതാണ് ശിവനില്ലാത്ത യാഗത്തിൻ്റെ പേരാണ്, ബൃഹസ്പതി സവം. അതിന് മുൻപായിട്ട് വാജപേയ എന്ന് പറഞ്ഞ യാഗം നടത്തി ദക്ഷൻ. ഇങ്ങനെ ബൃഹസ്പതി സവം പേരായ യാഗം നിശ്ചയിച്ചു. യാഗത്തിൽ പങ്കെടുക്കാനായി പല ഭാഗത്തു നിന്നും ജനങ്ങളങ്ങനെ പുറപ്പെട്ടു. അങ്ങനെ യാഗം നടക്കുന്ന ദിക്കിലേക്ക് അങ്ങനെ വരികയാണ്.
കേരളത്തിലാണ് യാഗം നടന്നതെന്ന് പറയാറുണ്ട്, കൊട്ടിയൂരാണ് നടന്നതെന്ന് പറയാറുണ്ട്, അതുപോലെ കൻഖൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നതെന്ന് പറയാറുണ്ട്. പല ദിക്കിലും ഈ യാഗം നടന്നതായിട്ടുള്ള ഐതിഹ്യമുണ്ട്. ദക്ഷയാഗം നടന്ന സ്ഥലമായിട്ട് പറയാറുണ്ട്. അങ്ങനെ ആ യാഗത്തിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ അങ്ങനെ വന്നു. ഈ കാര്യം സതീദേവിക്ക് മനസ്സിലായി, അച്ഛൻ യാഗം നടത്തുന്നുണ്ട്. ആ വിവരം ഇവിടുന്നൊന്നും പറഞ്ഞിട്ടുമില്ല, ശിവനൊന്നും പറഞ്ഞിട്ടുമില്ല. നേരെ ശിവൻ ധ്യാനിച്ചിരിക്കുന്ന അവിടേക്ക് എങ്ങനെ വന്നു. സതീദേവി ഭഗവാൻ ധ്യാനിച്ചിരിക്കുകയാണല്ലോ, പതുക്കെ ഒന്ന് കുരച്ചപ്പോൾ ശിവനൊന്ന് നോക്കി, ആരാണ് എന്നുള്ള ഭാവത്തിൽ നിന്ന് നോക്കിയ സമയത്ത് സതീദേവി അങ്ങനെ നിൽക്കുന്നുണ്ട്. സതീദേവി പറഞ്ഞു, അതല്ല, യാഗം നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പ്രജാപതേസ്തേ ശശുരസ്യ സാമ്പ്രതം നിര്യാപിതോ യജ്ഞമഹോത്സവക്കില. അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ്റെ യാഗം നടക്കുന്നുണ്ട് പോലും. അങ്ങനെയാ പറഞ്ഞത്, നേരിട്ടിട്ട് തൻ്റെ അച്ഛൻ്റെ യാഗം നടക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ്റെ യാഗം നടത്തുന്നുണ്ട് പോലും. നമുക്ക് ആ യാഗത്തിൽ പങ്കെടുക്കണ്ടേ? പിന്നെ അങ്ങേക്ക് ഇതിനൊന്നും ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോൾ ആരോടാ യാഗത്തിൽ പങ്കെടുക്കണ്ടേ എന്നൊക്കെ പറയുന്നത്? യജ്ഞാനാം പതയേനമാന്നാണ്. യജ്ഞങ്ങളുടെ മുഴുവൻ പതിയായ അങ്ങയ്ക്ക് യാഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ത്വയ്യേതത് ആശ്ചര്യമജാത്മമായയാ വിനിർമ്മിതം ഭാതി ഗുണത്രയാത്മകം. അങ്ങ് പരമാത്മാവായ ആ ഈശ്വരൻ തന്നെയാണ്. തഥാപ്യഹം യോഷി തതത്വവിച്ചതേ ദീനാതിതൃക്ഷേ ഭവമേ ഭവക്ഷിതിം. അങ്ങനെയാണെങ്കിലും എനിക്ക് ഞാൻ ജനിച്ച സ്ഥലം ഒന്ന് കാണണം എന്നൊരു മോഹമൊക്കെ ഉണ്ട്. ആർക്കല്ലാതിരിക്കുക? ജനിച്ച നാട് കാണാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് യാഗത്തിൽ പങ്കെടുക്കുക, പോവുക എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, എന്നാണെങ്കിൽ ഭാര്യയുടെ അച്ഛൻ എന്തേ പറഞ്ഞാൽ ആദ്യം ഇത് ഭാര്യയുടെ അടുത്ത് പോയി പറയില്ലേ? ഇതുവരെ ശിവനതൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ദേവി യാഗത്തിന് പോവാനായിട്ട് നിർബന്ധിച്ച സമയത്താണ് പണ്ടുണ്ടായ കാര്യം ഭഗവാൻ പറഞ്ഞത്. ത്വയോദിതം ശോഭനമേവ ശോഭനേ അനാഹുത അപ്യഭിയന്തി ബന്ധുഷു. വിളിക്കാതെ പോവാന്നാ, ഭാര്യയുടെ ഗൃഹത്തിലേക്കൊക്കെ വിളിക്കാതെ തന്നെ പോവാന്നൊക്കെയാ പറയുക. പക്ഷെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. കാരണം എന്താണ്? എന്നെ കണ്ടാൽ അദ്ദേഹത്തിന്, നിന്റെ പിതാവിന് തീരെ ഇഷ്ടമുണ്ടാവില്ല. ആരോപിത ഭ്രൂഭിരമർഷണാക്ഷിഭി, കണ്ണുരുട്ടി വിഴിച്ചും കൊണ്ടൊക്കെയാണ് സ്വീകരിക്കുക. ഞാൻ അവിടെ പോയാൽ അത്ര ഇഷ്ടമാവില്ല. ഞാൻ പണ്ട് വിരുന്നുണ്ട സ്ഥലമാണ്. ഈ വിരുന്നുണ്ടതിക്ക് പോയിട്ട് ഇങ്ങനെ എരന്ന് പോവുക എന്ന് പറഞ്ഞാൽ, എരന്നുണ്ണാനായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമുള്ള കാര്യമാണോ? അല്ല. ഞാൻ നിന്റെ അച്ഛനെ ബഹുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഈശ്വര ശക്തിയെ, വാസുദേവനെ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഈശ്വരനെ ഞാൻ കണ്ടിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിലേ നിന്റെ അച്ഛന് കുറച്ച് തലക്കനം കൂടുതലാണ്. ഞാൻ എഴുന്നേൽക്കുക കൂടി ചെയ്താലോ അത് കൂടും. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട്, അഹങ്കാരം കൂടണ്ടാന്ന് കരുതിയിട്ട് ഞാൻ എഴുന്നേറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. നീ നിനക്ക് വേണമെങ്കിൽ പോവാം, ഞാൻ തടഞ്ഞു വയ്ക്കുന്നൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോൾ സതീദേവിക്ക് ഇഷ്ടമായില്ല. സതീദേവി പറഞ്ഞു, അങ്ങും കൂടിയും വരണം, അങ്ങില്ലാതെ ഞാൻ പോവില്ല. എന്നാലും താതനല്ലേ പുനരവിട നടക്കുന്നതും യാഗമല്ലേ. അവിടെ യാഗമല്ലേ നടക്കുന്നത്, അച്ഛനല്ലേ. അച്ഛനല്ലെങ്കിലേ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ട്, അത് സാരമില്ലാന്ന്. അത് നമുക്ക് വേണേൽ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്താൽ പോരെ. വേണമെങ്കിൽ അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരു 108 ഏത്തങ്ങൾ ഇടിയിപ്പിക്കുക, എന്നാ പ്രശ്നം കഴിഞ്ഞില്ലേ. എന്നാൽ ഞാൻ വരുന്നില്ല, നീ വേണേ പോയിക്കോ എന്ന് പറഞ്ഞു ഭഗവാൻ. അവസാനം സതീദേവിക്ക് പോകാൻ വയ്യ, എന്നാൽ പോവാതിരിക്കാനും വയ്യ. അവസാനം അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഭഗവാൻ എന്താ സതീദേവിയെ പറഞ്ഞയച്ചത്? സതീദേവി ഇവിടെ മരിക്കാനായി ഉണ്ട് ഏകദേശം. ഇവിടെ നിന്ന് മരിച്ചാൽ ആരാ വിചാരിക്കുക? ദക്ഷപ്രജാപതിയെ വിചാരിച്ച് മരിക്കും. പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ അങ്ങോട്ട് പോയാലോ? അവിടെ പോയാൽ ഭഗവാനെ വിചാരിച്ച് മരിക്കും. ഭഗവാനെ വിചാരിച്ച് മരിച്ചാൽ ആ മോക്ഷത്തിലേക്ക് തന്നെ എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ദേവിയോട് പോയിക്കോളാൻ പറഞ്ഞത്. സതീദേവി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. സതീദേവി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും അവിടെ ശിവഭൂതഗണങ്ങളൊക്കെ ഉണ്ട്. അവർ ആ കാളയുടെ മുകളിൽ ദേവിയെ അങ്ങോട്ട് ഇരുത്തി. അതിഗംഭീരമായ കാളയാണ്. ആ കാളപ്പുറത്ത് അങ്ങോട്ട് കയറ്റി ഇരുത്തി. വീണാവേണു മൃദംഗ ശംഖപടഹധ്വാനം ച ഭേരീരവം വാദ്യമേളങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് നേരെ ആ കൈലാസത്തിൽ അങ്ങനെ പുറപ്പെട്ടു. യാഗം നടക്കുന്ന കങ്കൽ എന്ന സ്ഥലത്താന്ന് പറയും, ഹരിദ്വാറിൻ്റെ അടുത്താന്നാ പറയുക പുരാണങ്ങളിൽ. അവിടെ ആ ഗംഗാതീരത്തേക്ക് അങ്ങനെ കൊണ്ടുപോവുകയാണ്. അവിടെ ഇങ്ങനെ എത്തി. അവിടെ എത്തിയ സമയത്തോ സതീദേവിയുടെ അടുത്തിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ അടുത്തേക്ക് വന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു. അമ്മ പ്രസൂതി ഓടി വന്നു, മോളെ മെലിഞ്ഞു പോയിണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. മെലിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെയാണ് അമ്മ പറയുക. കുറേ കാലമായല്ലോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു, വർത്തമാനമൊക്കെ പറഞ്ഞു. ഈ സമയത്ത് അച്ഛൻ എവിടെയാ ചോദിച്ചത് സതീദേവി. അപ്പം പ്രസൂതി പറഞ്ഞു, അച്ഛൻ ഒരു തലയില്ല മോളെ എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെയാണ് ഉണ്ടായത്, ഒരു തലയില്ലാണ്ടായി അവസാനം. നേരെ അങ്ങോട്ട് ചെന്നു നോക്കിയ സമയത്ത് അവിടെ ശിവനായിട്ടൊരു പൂജയും വെച്ചിട്ടില്ല.
പൂജ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ മനസ്സിലാവും, പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും പൂജ നടന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ പൂജയൊന്നും ശിവന് കൊടുത്തിട്ടില്ല. ശിവനൊന്നും വെക്കാത്തതിൻ്റെ പേരിൽ ദേവിക്ക് വല്ലാതെ ഇങ്ങോട്ട് ദേഷ്യം വന്നതല്ല, ശിവന്റെ മഹിമ എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കിക്കണമല്ലോ, ശിവൻ ആരാന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ. അതിനുവേണ്ടി അവിടെ വെച്ച് ചുകോപലോകാനി വധക്ഷ്യതീരുഷ, ആ അച്ഛനോട് എന്നുള്ള നിലയ്ക്ക് ആ യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നവരോട് മുഴുവൻ ശിവന്റെ ആ യോഗ്യതകളൊക്കെ ഇങ്ങോട്ട് പറയാണ്. എന്തൊക്കെയാ സതീദേവി പറഞ്ഞത്? അച്ഛനല്ലാതെ ഈ ശിവനെതിരായിട്ട് പ്രവർത്തിക്കുകയോ? നയസ്യ ലോകേസ്ത്യതിശായന പ്രിയ തഥാ പ്രിയോ ദേഹഭൃതാം പ്രിയാത്മന. ദേഹം എടുത്തവർക്കൊക്കെ ഏറ്റവും പ്രിയം ആരോടാണ്? ഏറ്റവും ബഹുമാനം ആദരവ് ആരോടാണ്? ശിവനോടാണ്. ശിവൻ ചാര നമ്മളെ ഈശ്വരൻ തന്നെയാണ്. നമ്മളിലുള്ള ജീവചൈതന്യമായിട്ടിരിക്കുന്നത് ശിവനാണ്. ശിവൻ നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോയാലോ നമ്മളെല്ലാവരും ശവമായി. ശവമായാൽ എന്താ പ്രാധാന്യമുള്ളത്? ഒരു പ്രാധാന്യവുമില്ല. ശിവൻ ഉണ്ടെങ്കിലേ പ്രാധാന്യമുള്ളൂ. ശിവൻ ഉണ്ടെങ്കിൽ ചോദിക്കും, നമ്പൂതിരി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആചാര്യൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ശിവൻ പോയാലോ? ശിവൻ പോയാൽ പിന്നെ എന്താ ചോദിക്കുക? ആ ബോഡി വന്നിട്ടുണ്ടോ എന്നാ ചോദിക്കുക. ശിവൻ ഉണ്ടെങ്കിലേ നമ്പൂതിരിയും അല്ലെങ്കിൽ നായരും അല്ലെങ്കിൽ ആചാര്യനും അല്ലെങ്കിൽ രാമേട്ടനും കൃഷ്ണേട്ടനും ഒക്കെ ഉള്ളൂ. ശിവൻ അങ്ങോട്ട് പോയാലോ പിന്നെ രാമേട്ടൻ വന്നോ ചോദിക്കുകയോ? ഇല്ല. പിന്നെ ബോഡി വന്നിട്ടുണ്ടോ എന്നാ ചോദിക്കുക. അപ്പം ആരാ അതിനൊക്കെ അടിസ്ഥാനം? നമ്മളെയൊക്കെ സത്യമാക്കി നിർത്തുന്നത് ആരാണ്? ശിവനാണ്. ശിവൻ പോയാൽ നമ്മളൊക്കെ ശവമായി. അതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്, ഭാര്യാബിഭ്യതി തസ്മിൻ കായേ. ശിവൻ പോയ ശരീരമാണെങ്കിൽ ആ ശരീരത്തെ കണ്ടാൽ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണെങ്കിൽ പോലും ആദ്യം കുറച്ചൊക്കെ കരയും. ആരും ഇല്ലയെന്ന് കണ്ടാലോ അവരെന്നെ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കും. അവസാനം 4 ദിവസം കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ കഴിയില്ല, അവരെന്നെ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കും. ഏറ്റവും പ്രധാനം ആരാണ്? ശിവനാണ്. ദേഹത്തെ ചൈതന്യവത്താക്കി നിർത്തുന്ന ആ ശക്തി. ചൈതന്യം ഉണ്ടാക്കാൻ കഴിയുമോ നമുക്ക്? ഇല്ല. അത്രയൊക്കെ ശാസ്ത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ചിലതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പ്രകൃതി, വിസർഗം എന്ന് പറഞ്ഞാൽ അർത്ഥം. ഭഗവാൻ ഉണ്ടാക്കിയ വസ്തുക്കളെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അപ്പൊ പ്രകൃതിദത്തമായൊരു മണ്ണ് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ? കൃത്രിമമായിട്ട് മണ്ണൊക്കെ ഉണ്ടാക്കാൻ കഴിയും. പ്രകൃതിദത്തമായ ഒരു മണ്ണ്, ഒരു ഗ്രാം മണ്ണ് ഒരു ശാസ്ത്രത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. പ്രകൃതിയിൽ കാണുന്ന ഈ മണ്ണൊക്കെ ഉണ്ടല്ലോ, ഈ മണ്ണിനെ ഒരു ശാസ്ത്രത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. പ്രകൃതിദത്തമായിട്ട്, കൃത്രിമമായിട്ടൊക്കെ പിന്നെ ഉണ്ടാക്കാൻ കഴിയും. അതിലൊക്കെ കൃഷി ചെയ്യാൻ കഴിയുമോ ചോദിച്ചാൽ ആർക്കറിയാം, കുറച്ചൊക്കെ ചെയ്യാൻ കഴിഞ്ഞേക്കാം. അല്ലാതെ ഇപ്പം നമ്മുടെ ഭാരതത്തിലൊക്കെ നടക്കുന്നത് പോലുള്ള വലിയൊരു കൃഷിയൊന്നും നടത്താൻ ഈ പ്രകൃതിദത്തമായ കൃത്രിമമായ മണ്ണിലൊന്നും സാധിക്കില്ല. കൃത്രിമമായ മണ്ണിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രകൃതിദത്തമായതെന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. ഒരു മരം ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? ഒരു മരം പോലും പ്രകൃതിദത്തമായത് ഉണ്ടാക്കാൻ കഴിയില്ല. ജീവൻ ഉണ്ടാക്കാൻ കഴിയുമോ? ജീവൻ എവിടുത്തെ വകയാണ്? ഈശ്വരൻ്റെ വകയാണ് ജീവൻ. വാസുദേവനാണ് നമ്മുടെ ഉള്ളിൽ ജീവനായിട്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി. ഈശ്വരൻ തന്നെയാണ് നമ്മളിലെ ജീവാത്മാവായിട്ട് നമ്മുടെ കരചരണാദി അവയവങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത്. കണ്ണിന് കാണാനും ചെവിക്ക് കേൾക്കാനും മൂക്കിന് വാസനിക്കാനും ഒക്കെ സാധിക്കുന്നത് ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ്. എഴുത്തച്ഛൻ പറയുന്നില്ലേ, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണ്, കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കുമതിലാനന്ദമെന്തു ഹരി നാരായണായ നമഃ. കണ്ണിന് കാണാനും ചെവിക്ക് കേൾക്കാനും ഒക്കെ സാധിക്കുന്നത് ശിവൻ നമ്മളിലുള്ളത് കൊണ്ടാണ്. ആ ശിവന്റെ സൃഷ്ടിയാണ് ഈ കാണുന്നത് മുഴുവൻ. അങ്ങനെയുള്ള ശിവനോട് ആർക്കെങ്കിലും ഒരു നിഷേധം ഉണ്ടാവുമോ? ദ്വേഷം ഉണ്ടാവുമോ? ആർക്കും നിഷേധം ഉണ്ടാവില്ല. പിന്നെ അങ്ങെന്താ പറഞ്ഞത്? ചൊടലയിലാണ് താമസിക്കുന്നതെന്നോ? ചൊടലയിൽ താമസിക്കണമെങ്കിൽ നല്ല ശക്തി ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. ശ്മശാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാവും. ശ്മശാനം താനും പോണ്ടി വരുമല്ലോ എന്നൊരു ഭയം വരും. അപ്പം ശ്മശാനത്തിലിരിക്കുകയാണ് ഭഗവാനെ, എപ്പോഴും ശ്മശാനത്തിലിരിക്കുകയാണ്. ശ്മശാനത്തിലിരിക്കണമെങ്കിൽ ഒരു ശക്തിയുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. എന്താ ഈ ശിവന്റെ തത്വങ്ങളുടെയൊക്കെ ഒരു മഹത്വം ആലോചിച്ച് നോക്കൂ. ഭസ്മം തൊട്ടും കൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് ഭസ്മമാണ് ശിവന്റെ പ്രസാദമായിട്ട് പറയുക. എന്താ ഈ ഭസ്മം തൊടാൻ കാരണം? ഭസ്മം തൊടാൻ കാരണം എന്താണ്? കുറെ കഴിഞ്ഞാൽ ഭസ്മമാവും എല്ലാവരും, അതാണ് അർത്ഥം. ഈ പ്രപഞ്ചം തന്നെ ഭസ്മമാവും. ഭാഗവത്തിൽ തന്നെ കാണാം, ദഗ്ധ ഗോമയ പിണ്ടവൽ എന്ന് പറയുന്നുണ്ട്. ചുട്ട ചാണകം പോലെയാവും ഈ പ്രപഞ്ചം എന്നാണ് പറഞ്ഞത്. ചുട്ട ചാണകം തന്നെയാണല്ലോ ഭസ്മം. നമ്മൾ ഓരോരുത്തരും അതെ ഭസ്മമായി മാറും. കൃതോസ്മര കൃതം സ്മര ഭസ്മാന്തം ശരീരം എന്നൊക്കെ കാണാം. ഭസ്മാന്തം ശരീരം കുറച്ച് കഴിഞ്ഞാൽ എന്താവും? ഭസ്മമായി മാറും. അപ്പം എൻ്റെ നെറ്റിയിൽ ഭസ്മം കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഭസ്മമുണ്ട്, അത് കണ്ട ഒരു അടയാളമാണ്. ഭസ്മമാവാനുള്ളതാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഭസ്മമാവാനുള്ളതാണ്. നിങ്ങളുടെ നെറ്റിയിൽ ഭസ്മം കണ്ടാലോ എനിക്കും മനസ്സിലാവും.
ഞാനും ഈ പ്രപഞ്ചവും ഒക്കെ ഭസ്മമാവാൻ പോവുകയാണ്, വല്ലാതെ സ്റ്റേജിൽ കയറി വല്ലാണ്ട് വർത്തമാനമൊന്നും പറയണ്ട, കുറച്ച് കഴിഞ്ഞാൽ ഭസ്മാവാനുള്ളതാണ്. ആ ഒരു ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, വൈരാഗ്യബുദ്ധി ഉണ്ടാവാനാണ് ഭസ്മം തൊടുന്നത് തന്നെ. പിന്നെ ഓരോരോ ചിഹ്നങ്ങൾ കാണുമ്പോഴും നമ്മൾ ആ ചിഹ്നം ധരിച്ചു കഴിഞ്ഞാൽ, ഭസ്മം ധരിച്ചും കൊണ്ട് നമ്മൾ ഒരിക്കലും ഭസ്മം ധരിക്കാത്ത ഈ അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ തോന്നും. നമുക്ക് നേരെ കുറച്ച് ഭസ്മാദികളൊക്കെ അണിഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ പെരുമാറ്റത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ചീത്ത വിളിക്കില്ല, അല്ലെങ്കിൽ വിളിക്കുന്നതിനൊക്കെ ഒരു സങ്കോചം ഉണ്ടാവും. ഭസ്മട്ടും കൊണ്ട് എങ്ങനെയാ ചീത്ത വിളിക്കുക, ആ ഒരു ചിന്ത വരും. അപ്പം മാലട്ട് കഴിഞ്ഞാൽ ചീത്ത വിളിക്കാൻ കഴിയുമോ? ഇല്ല. മാലട്ട് കഴിഞ്ഞാൽ മുദ്രാമാലയൊക്കെ ചാർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, അധികം ഒരു ദേഷ്യം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഇങ്ങനെയുള്ള ഭസ്മവും ചന്ദനമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവാനും കൂടിയാണ് ഇത്തരം ഭൂഷണങ്ങളൊക്കെ. ഭൂഷണമല്ല ശരിക്ക്, ഇതൊക്കെ ഈശ്വരൻ്റെ പ്രസാദമാണ്. ഈ പ്രസാദമൊക്കെ ധരിക്കണം എന്ന് പറയാൻ കാരണം. പിന്നെ ശിവൻ്റെ ഓരോരോ തത്വങ്ങൾ നോക്കൂ. ശിവക്ഷേത്രത്തിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ അവിടെ കാണാം, കാളയെ കാണാം. കാള എന്തിൻ്റെ പ്രതീകമാണ്? കാള ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ഉപനിഷത്തിലൊക്കെ കാണാം, വേദത്തിലൊക്കെ കാണാം, വൃഷോ വൈ ധർമ്മ, ധർമ്മത്തിൻ്റെ പ്രതീകമാകുന്നു കാള എന്ന് പറയും. കാരണം ശിവനിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മളിൽ എന്തുണ്ടാവണം? ധർമ്മബോധം ഉണ്ടാവണം. ആദ്യം കാളയനല്ലേ വന്ദിക്കുക. ശിവക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുൻപ് ആദ്യം കാളയനെ നമസ്കരിക്കും. കാളയുടെ ചെവീൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ തൊഴുതിങ്ങനെ നിൽക്കും. അതൊരു സമ്പ്രദായമാണ്. അപ്പോൾ ധർമ്മമുള്ളവർക്ക് മാത്രമേ, കാളയെ വലം വയ്ക്കുന്നവർക്ക് മാത്രമേ ശിവനെ സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ. ധർമ്മമാർഗത്തിൽ, ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കാണ് ശിവനെ അനുഭവിക്കാൻ കഴിയുന്നത്. അതാണ് കാളയുടെ അർത്ഥം. ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഇനി ലൗകികമായിട്ട് അർത്ഥം എടുത്ത് നോക്കൂ. ശിവന്റെ വാഹനം കാളയാണ്. സതീദേവിയുടെ വാഹനമോ സിംഹമാണ്, അല്ലെ പാർവതിയുടെ വാഹനം സിംഹമാണ്. ശിവന്റെ ഭൂഷണങ്ങളൊക്കെ നാഗങ്ങളാണ്, അല്ലെങ്കിൽ സർപ്പങ്ങളാണ്. ഈ ശിവന്റെ മകനാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യന്റെ വാഹനമോ മയിലാണ്. ഗണപതിയുടെ വാഹനമോ എലിയാണ്. ആഹാര ശൃംഖലകളിലെ കണ്ണികളല്ലേ ഇവരൊക്കെ. സിംഹം കാളയെ ഭക്ഷിക്കും, പാമ്പിനെ മയിൽ ഭക്ഷിക്കും, അതുപോലെ പാമ്പ് എലിയെ ഭക്ഷിക്കും. ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യം അവിടെ ഉണ്ട്. ശിവൻ എങ്ങനെയാണ്? ആനത്തോല് ധരിച്ചും കൊണ്ടാണ്, അല്ലെങ്കിൽ പുലിത്തോല് ധരിച്ചും കൊണ്ടാണ്. എന്നാൽ പാർവതിയാണെങ്കിലോ പട്ടുസാരി ധരിച്ചും കൊണ്ടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ് അവിടെ ഉള്ളത്. ഈ വൈരുദ്ധ്യങ്ങളുടെയൊക്കെ ഇടയിലിരിക്കുന്ന സമയത്തും ഭഗവാൻ എങ്ങനെയാണ്? ശാന്തനായിട്ടിരിക്കുന്നു, സമാധാനത്തോടു കൂടിയിട്ടിരിക്കുന്നു. അതാണ് ശിവതത്വത്തിൻ്റെ മഹത്വം. എല്ലാ വൈരുദ്ധ്യങ്ങളും തൻ്റെ 4 ഭാഗത്തും ഉണ്ടാവുമ്പോഴും ഭഗവാൻ അതിനാലൊന്നും ബാധിക്കപ്പെടുന്നില്ല. ഭഗവാൻ അതൊന്നും ബാധിക്കുന്നില്ല. അപ്പം നമ്മളെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കും. എന്നാൽ ഭഗവാൻ ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും വിഷമങ്ങളും ഒന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാൻ സദാസമയവും തന്നിൽ തന്നെ, തൻ്റെ ആ ഈശ്വര സ്വരൂപത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്, ആത്മാരാമനായി കൊണ്ടിരിക്കുകയാണ്. മനസ്സില്ല എന്നർത്ഥം, മനസ്സിനെ ഭഗവാനിൽ തന്നെ ചേർത്തും കൊണ്ടാണ് എപ്പോഴും. അതാണ് ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ആ അവസ്ഥയിലിരിക്കുന്ന ഭഗവാൻ ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ തത്വങ്ങളാ ശിവനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഒരേ ശിവനിൽ തന്നെ പരിപാവനവതിയായ ഗംഗ വർത്തിക്കുന്നു. അതേ ശിവനിൽ തന്നെ അമൃതകിരണനായ ചന്ദ്രൻ വർത്തിക്കുന്നു. അതേ ശിവനിൽ തന്നെ ത്രിലോകദഹനനായ അഗ്നി വർത്തിക്കുന്നു. 3 കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനും ചന്ദ്രനും അഗ്നിയുമാണ് 3 കണ്ണുകൾ. അതുപോലെ പഞ്ചവക്ത്രം ത്രിനേത്രം എന്നാണ്. 5 ശിരസ്സുണ്ട് എന്ന് പറയാറുണ്ട് മഹാദേവന്. എന്താ 5 ശിരസ്? ഈശാനൻ, അതുപോലെ തൽപുരുഷൻ, അഘോരൻ, അതുപോലെ വാമദേവൻ, അതുപോലെ ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം. അങ്ങനെ 5 ഭാവം ഉണ്ടല്ലോ. ആ 5 ഭാവമാണ് ഭഗവാന്റെ 5 മുഖം എന്നാണ് പറയുക. ഇങ്ങനെയുള്ള അനവധി തത്വങ്ങൾ ശിവനിൽ തന്നെ കാണാൻ കഴിയും. ഒരേ ശിവൻ തന്നെ എന്തെല്ലാം ഭാവങ്ങളിലിരിക്കുന്നു. സദാശിവനായും കൊണ്ടിരിക്കുന്നു. അതാണ് സദാശിവൻ. സദാശിവൻ വെച്ചാൽ എങ്ങനെയാണ്? സദാശിവൻ വൈരാഗ്യത്തിൻ്റെ പ്രതീകമാണ്. അവിടെ പ്രപഞ്ചമില്ല, സൃഷ്ടിയില്ല, സംഹാരമില്ല, കേവലം ആ ഈശ്വരഭാവം മാത്രം, സച്ചിദാനന്ദ ഭാവം മാത്രം. ആ സച്ചിദാനന്ദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതാണ് സദാശിവൻ എന്ന് പറഞ്ഞാൽ. അദ്വൈതമാണ് അവിടെ. ദയ സദാശിവൻ തന്നെ ഉമയോട് കൂടിയിട്ടിരിക്കുന്നു. ഉമയ്ക്ക് അർത്ഥാംഗനായും കൊണ്ടിരിക്കുന്നു ഭഗവാൻ. അവിടെ എന്തായി? സദാശിവഭാവം മാറി അവിടെ എന്ത് വന്നു? സൃഷ്ടിയും സ്ഥിതിയും ഒക്കെ സംഭവിച്ചു. സഗുണഭാവത്തിലായി. ഒരേ ഭഗവാൻ തന്നെ നിർഗുണമായിട്ടും സഗുണമായിട്ടും ഒക്കെ ഇരിക്കുന്നു. സന്യാസിമാർക്കും ശിവൻ വളരെ പ്രധാനമാണ്, ഗൃഹസ്ഥന്മാർക്കും മഹാദേവൻ വളരെ പ്രധാനമാണ്. ഗൃഹസ്ഥന്മാർക്ക് അർദ്ധനാരീശ്വരനായും കൊണ്ട് ഭഗവാൻ ഇരിക്കുന്നു.
സന്യാസിമാർക്കോ ഏറ്റവും വലിയ വൈരാഗ്യത്തിൻ്റെ മൂർത്തിയായി പശുപതിയായും കൊണ്ട് ഭഗവാൻ വർത്തിക്കുന്നു, ദക്ഷിണാമൂർത്തിയായും കൊണ്ട് ഭഗവാൻ ഇരിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം ഭാവങ്ങളാ ഭഗവാനിലുള്ളത്. താണ്ഡവനൃത്തം ചെയ്തും കൊണ്ടിരിക്കുന്ന ഭഗവാൻ, അതല്ലേ ചിദംബരത്തൊക്കെ ഉള്ളത്, താണ്ഡവനൃത്തം ചെയ്തും കൊണ്ടിരിക്കുന്ന ഭഗവാൻ. ഭാഷ ഉണ്ടായത് ആരിൽ നിന്നാണ്? ശിവനിൽ നിന്നാണ്. സംസ്കൃത ഭാഷ ഉണ്ടായത് തന്നെ മഹാദേവനിൽ നിന്നാണ്, ശിവനിൽ നിന്നാണെന്നാ പറയുക. നാദഠക്കാം നവപഞ്ചവാരം ഉദ്ധർത്തുകാമസ്തനകാദി ശിഷ്യാൻ എന്നൊക്കെ കാണാം. മാഹേശ്വര സൂത്രം എന്നാണ് സംസ്കൃതത്തിൻ്റെ വ്യാകരണത്തിൻ്റെ അടിസ്ഥാനത്തിന് പറയുന്ന പേര്. മാഹേശ്വര സൂത്രം ശിവനിൽ നിന്നാണ് ഉണ്ടായത്. അയ്യൂണ്, റിളുക്ക്, അയോങ്, അയ്യൗച്ച്, ഹയവരട്ട് എന്നൊക്കെ പറയും. അത് സംസ്കൃത വ്യാകരണത്തിൻ്റെ അടിസ്ഥാനമാണ്. അത് ശിവനിൽ നിന്നാണ് ഉണ്ടായത്. ഭാഷയുടെ മുഴുവൻ അടിസ്ഥാനം. തമിഴ് വ്യാകരണത്തിൻ്റെ അടിസ്ഥാനം ആരാണ്? അതും ശിവനാണ്. ശിവനാണ് അഗസ്ത്യന് തമിഴ് വ്യാകരണം പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് പറയുക. അപ്പോൾ തമിഴും സംസ്കൃതവുമാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീന 2 ഭാഷകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ 2 ഭാഷകളാണ് സംസ്കൃതവും തമിഴും. ഈ 2 ഭാഷകളുണ്ടായത് ആരിൽ നിന്നാണ്? മഹാദേവനിൽ നിന്നാണ്, ശിവനിൽ നിന്നാണ്. അതേ ശിവൻ തൻ്റെ താണ്ഡവ നൃത്തം ചെയ്തും കൊണ്ട് കലകളുടെ മുഴുവൻ മൂർത്തിയായും കൊണ്ട്, അല്ലേ, കലേശനായും കൊണ്ട് ഭഗവാൻ ഇരിക്കുന്നു. ആണല്ലോ അഗർവ സർവ മംഗള കലാ കദംബ മഞ്ജരി രസപ്രവാഹ മാധുരീ വിജൃംഭണ മനോവ്രതം സ്മരാന്തകം പുരാന്തകം ഭവാന്തകം മഖാന്തകം ഗജാന്തകാന്തകാന്തകം തം അന്തകാന്തകം ഭജേ. അന്തകാന്തകനായി കൊണ്ടിരിക്കുന്ന ഭഗവാൻ, താണ്ഡവനൃത്തം ചെയ്തും കൊണ്ടിരിക്കുന്ന ഭഗവാൻ. ഇങ്ങനെ എത്ര ഭാവങ്ങളാ ഭഗവാനുള്ളത്. എന്നിട്ട് പറഞ്ഞു, യദ്യക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃൽ പ്രസംഗാതഖമാശു ഹന്തിതൽ. ശിവശിവ എന്ന് വിളിക്കേണ്ടെന്നാ. ശിവ എന്ന് വിളിച്ചാൽ തന്നെ വളരെ പുണ്യമാണ്. ചില നാമങ്ങളൊക്കെ ഇരട്ടയായിട്ടാണ് ജപിക്കുക. ശിവശിവ, 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 രാമരാമ, 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 അങ്ങനെയല്ലേ? അങ്ങനെ വേണമെന്നില്ല എന്നാ. ശിവ എന്ന് മാത്രം വിളിച്ചാൽ മതി. ചില പറയാറുണ്ട്, ഈ ബസ് പഴശ്ശി വഴിക്കാണോ പോണത് ചോദിച്ചാൽ മതി എന്നാണ്. എന്നാൽ തന്നെ ശിവനാമം ജപിച്ചതിന് തുല്യമായി. ഈ ബസ് പഴശ്ശി വഴിക്കാണോ പോണത്? പഴശ്ശി വഴി, ശിവ എന്നില്ല അതിനകത്ത്. പഴശ്ശി വഴി, ശിവ എന്നുണ്ടല്ലോ അതിനുള്ളിൽ. അങ്ങനെ വിളിച്ചാലും മതി എന്നാണ്. നമ്മിനെ അർത്ഥം അറിഞ്ഞ് വിളിച്ചാലോ എത്ര ഗുണം ഉണ്ടാവും? ആലോചിച്ച് നോക്കൂ. അർത്ഥം അറിയാനൊന്നും വേണ്ട, അർത്ഥം അറിയാതെ ജപിച്ചാൽ തന്നെ വളരെ പുണ്യമാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ, പവിത്രകീർത്തിയായ ആ ഭഗവാനെ താങ്കളല്ലാതെ അങ്ങനെ നിഷേധിക്കുകയോ ശിവനെതിരായിട്ട് പ്രവർത്തിക്കുകയോ? അതുകൊണ്ട് ഇടയ്ക്ക് ശിവൻ എന്നെ ദാക്ഷായണി എന്നൊക്കെ വിളിക്കാറുണ്ട്. ദാക്ഷായണി ചന്തർത്ഥം ദക്ഷൻ്റെ മകൾ എന്ന അർത്ഥം. എനിക്കിനി ഈ പേരിനെ കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് സതീദേവി അവിടെ ഇങ്ങോട്ട് ഇരുന്നു. തൻ്റെ ആ സാരി തലയെ കൂടെ അങ്ങോട്ട് മൂടി തൻ്റെ ഉള്ളിലുള്ളതായ ആ അഗ്നിയെ എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. ആ അഗ്നിയിൽ തൻ്റെ ദേഹത്തെ അങ്ങോട്ട് ദഹിപ്പിച്ചു. അതോടുകൂടി ഹാ ഹേതി വാദസ്സു മഹാനജായത. വലിയ വിഷമായി എല്ലാവർക്കും. ശിവന്റെ ഭൂതഗണങ്ങളൊക്കെ യാഗം മുടക്കാനായിട്ട് അകത്തേക്കും കൂടെ ഓടി വന്നു. അവരെ ഋഭുക്കൾ എന്ന് പേരായ ദേവന്മാർ പരാജയപ്പെടുത്തി തോൽപ്പിച്ചു വിട്ടു, പറഞ്ഞയച്ചു. ഈ വിവരം നാരദൻ പോയിട്ട് ശിവന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ദക്ഷനെ. ദക്ഷന് ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വിചാരിക്കും ഈ ശിവനില്ലാത്ത യാഗം ഇനിയും നടത്താമെന്ന് കരുതും. ശിവന്റെ വിചാരിക്കാത്തവർക്ക് അത്രയധികം ഉയർച്ച ഉണ്ടാവരുത്. അത് ദക്ഷനും ചെറിയ ശിക്ഷയൊക്കെ കിട്ടണമെന്ന് കരുതിയിട്ട് നാരദൻ വേഗം അവിടെ പോയിട്ട് പറഞ്ഞു കൊടുത്തു. ഭഗവാനോ അപാരമായ ആ ദേഷ്യം കൊണ്ട് വർദ്ധിച്ചു. ഭഗവാൻ തൻ്റെ ആ ജട മുഴുവനായിട്ടും കൊണ്ടെടുത്തു. ഭൂമിയിലൊരടി അങ്ങോട്ട് കൊടുത്തു. ഭൂമി 2ആയിട്ട് അങ്ങോട്ട് പിളർന്നു. അതിനുള്ളിൽ നിന്ന് വീരഭദ്രൻ അങ്ങനെ ഉയർന്നു വന്നു. ഭദ്രകാളിയാസമേത, കൂടെ ഭദ്രകാളിയുമുണ്ട്. വീരഭദ്രനും ഭദ്രകാളിയും 2 പേരും കൂടെ ഉയർന്നു വന്നു. ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാനോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ദക്ഷയാഗം അങ്ങോട്ട് നേരെയാക്കിക്കോളൂ എന്ന് പറഞ്ഞു. നേരെയൊക്കെ വെച്ചാൽ അപകടമാക്കുക എന്നർത്ഥം, നശിപ്പിച്ചോളാൻ പറഞ്ഞു. ആ അനുവാദം കിട്ടിയ വീരഭദ്രൻ നേരെ ദക്ഷൻ യാഗം നടക്കുന്ന ദിക്കിലേക്ക്, യാഗം നടത്തുന്ന സ്ഥലത്തിലേക്ക് അങ്ങോട്ട് വന്നു. അവിടെ നേരത്തെ പരാജയപ്പെട്ട് വന്ന ശിവന്റെ ഭൂതഗണങ്ങളുണ്ട്. എല്ലാവരും കൂടി അകത്തേക്ക് അങ്ങോട്ട് കയറി അവിടെ മുഴുവൻ അങ്ങോട്ട് നശിപ്പിച്ചു. ആ യാഗം മുഴുവൻ അങ്ങോട്ട് ഇല്ലാണ്ടിയാക്കി. ശിവനെക്കുറിച്ച് കുറ്റം പറഞ്ഞ സമയത്ത് ഓരോ മഹർഷിമാരും ഓരോ തരത്തിലാണ് പ്രവർത്തിച്ചത്. ഭൃഗുമഹർഷി ഉണ്ടായിരുന്നു അന്നേരം. ശിവനെ കുറ്റം പറയുന്ന സമയത്ത് ഭൃഗുമഹർഷിക്ക് വലിയ താടിയുണ്ട്. ആ താടി ഇങ്ങനെ ഒഴിഞ്ഞും കൊണ്ടൊക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ശിവനെ കുറ്റം പറയുമ്പോൾ. ആ ഭൃഗുമഹർഷിയുടെ താടി മുഴുവൻ പിടിച്ചും കൊണ്ട് പറിച്ചു. ഈ പുല്ലൊക്കെ പറിക്കുന്നില്ല അതുപോലെ താടി മുഴുവൻ കൊണ്ട് പോന്നു. കുറേ മാംസവും കൂടെ പോന്നു. ഭഗൻ പേരായ ദേവൻ ഉണ്ടായിരുന്നു. ഭഗൻ ശിവനെക്കുറിച്ച് കുറ്റം പറയുന്ന സമയത്ത് ഉറക്ക ചിരിച്ചുണ്ടായിരുന്നു. വീരഭദ്രൻ തൻ്റെ ഇരുമ്പലക്കെടുത്ത് ആ ഭഗന്റെ പല്ല് നോക്കി ഒരൊറ്റ ഒന്നങ്ങോട്ട് പൊട്ടിച്ചു.
ഉള്ള 32 പല്ലും പുറത്തേക്കോട് പോന്നു. ഈ ജ്യോത്സ്യന്മാരൊക്കെ കബഡിയൊക്കെ നിരത്താറില്ലേ, അതുപോലെ പല്ല് മുഴുവൻ പുറത്തേക്കോട് ചെരിഞ്ഞും കൊണ്ട് പോന്നു. പിന്നെ വേറെ ആരാ, പൂഷാവ് ഉണ്ടായിരുന്നു. പൂഷാവ് കണ്ണോണ്ടൊക്കെ ഓരോരോ ഗോഷ്ഠി കാണിച്ചിട്ടുണ്ടായിരുന്നു ശിവനെ കുറിച്ച് കുറ്റം പറയുന്ന സമയത്ത്. ആ കണ്ണൊക്കെ പോയി. ദക്ഷ പ്രജാപതിയെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ആ കഴുത്തും കൊണ്ട് തിരിച്ചിങ്ങോട്ട് എടുത്തു. ഈ പറങ്കണ്ടി എന്നൊക്കെ ഈ വണ്ടി ഇങ്ങോട്ട് എടുക്കില്ലേ, അതുപോലെ ആ കഴുത്ത് മാത്രമായിട്ട് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് എടുത്തു. എന്നിട്ട് ആ യജ്ഞത്തിൻ്റെ ഹോമാഗ്നിയിലേക്ക് അങ്ങോട്ട് ഹോമിച്ച് എല്ലാവരും അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതോടുകൂടി യാഗമൊക്കെ കഴിഞ്ഞു. പിറ്റേന്ന് ഒരു വലിയൊരു വികലാംഗ ജാഥയാണ് ഉണ്ടായത് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ പോയിട്ടില്ലല്ലോ ശിവല്ലാത്ത യാഗത്തിന്. ഏതൊരു യജ്ഞമാണെങ്കിലും ഈശ്വരൻ ഉണ്ടെങ്കിലേ ആ യജ്ഞം പൂർണ്ണമാവുള്ളൂ. അതാണ് ഈ കഥയുടെ താല്പര്യം. അപ്പം യാഗം ചെയ്യാൻ വിചാരിച്ചോളൂ, യാഗമാവട്ടെ ഹോമമാവട്ടെ, അവിടെ നിന്ന് ഈശ്വരസ്മരണ ഇല്ലാതെയാണെങ്കിൽ, ഈശ്വര വിചാരം ഇല്ലാതെയാണെങ്കിൽ ആ കർമ്മം ചെയ്യുന്നതെങ്കിലോ ഒരു പ്രയോജനവും ഇല്ല. എന്നാൽ ഈശ്വരനെ വിചാരിച്ചും കൊണ്ട് എന്ത് കർമ്മം ചെയ്താലും, അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്, തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മരയുധ്യജ. എന്നെ സ്മരിച്ചും കൊണ്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് ഏത് കർമ്മം എന്തായി മാറും? യജ്ഞമായി മാറും. ഈശ്വര സമർപ്പണ ഭാവത്തോടുകൂടി ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും അതെന്തായി മാറുന്നു? യജ്ഞമായി മാറുന്നു. ഈ യജ്ഞമാണെങ്കിൽ പോലും, യാഗത്തിലിരിക്കുകയാണെങ്കിലും അവിടെ ഈശ്വര സ്മരണയൊന്നും ഇല്ലെങ്കിലോ അതെന്തായി? ഒരു സാധാരണ കർമ്മം മാത്രം. എന്നാൽ ഭഗവത് സ്മരണയോടുകൂടി, അതാണല്ലോ യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും യുദ്ധവും എന്തായി മാറുന്നു? ഉപാസനയായി മാറുന്നു. ഞാൻ ചെയ്യുന്ന കർമ്മം ഭഗവത് സമർപ്പണമായി ചെയ്യുന്നു എന്ന വിചാരം ഉണ്ടായാൽ ഏത് കർമ്മത്തെയും എന്താക്കി മാറ്റാം? യജ്ഞമാക്കി മാറ്റാം. ഭഗവാൻ ഇല്ലെങ്കിലോ, ശിവയില്ലെങ്കിലോ ആ കർമ്മത്തിനൊരു പ്രാധാന്യമില്ല. അതിപ്പോൾ ക്ഷേത്രത്തിൽ വരികയാണെങ്കിലും അവിടെ ശിവഭക്തി നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിലോ, ക്ഷേത്രത്തിൽ വന്നു, ഒരു യജ്ഞമാണ് ക്ഷേത്രത്തിൽ വരുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ ഒരു യജ്ഞമാണ്. ആ സമയത്ത് ഭഗവത് സ്മരണ ഇല്ലെങ്കിലോ ഒരു പ്രയോജനവുമില്ല. എന്നാൽ ക്ഷേത്രത്തിലൊന്നും പോവുമല്ല, അങ്ങാടിയിലൂടെ നടക്കുകയാണെങ്കിലും ആ സമയത്ത് ഈശ്വര സ്മരണ ഉണ്ടെങ്കിലോ അതെന്തായി മാറുന്നു? ആ നടത്തവും എന്തായി മാറുന്നു? യജ്ഞമായി മാറുന്നു, യാഗമായി മാറുന്നു. ഇതാണ് ഈ കഥയുടെ താല്പര്യം. ശിവയില്ലെങ്കിൽ ആ കർമ്മത്തിനൊരു പ്രസക്തിയില്ല എന്നർത്ഥം. അതാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിൽ പറയും, യത് കരോഷി യദസ്നാസി യൽ ജുഹോഷി ദദാസി യൽ തപസ്യസി കൗന്ദേയ തൽ കുരുഷ്വ മദർപ്പണം. യത് കരോഷി, നീ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ എങ്ങനെ ചെയ്യൂ? എനിക്ക് സമർപ്പണമായി ചെയ്യൂ. യത് അശ്നാസി, ഊണ് കഴിക്കുക വിചാരിച്ചോളൂ. ഊണ് കഴിക്കുന്നതും ഭഗവാന് കൊടുക്കുക എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ശിവൻ ഉണ്ടല്ലോ, ആ ശിവന് കൊടുക്കുകയാണ് എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഊണ് കഴിക്കുന്നതെങ്കിലോ ഊണ് കഴിക്കുന്ന പ്രവൃത്തിയും ഭക്ഷണം കഴിക്കുന്ന പ്രവൃത്തിയും എന്തായി? യജ്ഞമായി. അതാണല്ലോ ഊണ് കഴിക്കുന്നതിന് മുൻപ് ഭോജനമന്ത്രം ചെല്ലണം എന്നൊക്കെ പറയാൻ കാരണം. ഭോജനമന്ത്രം വളരെ പ്രസിദ്ധമാണ് ഭഗവത്ഗീതയിലുള്ള ആ മന്ത്രം. അത് ഭോജനത്തിന് ഉപയോഗിക്കാവുന്നൊരു മന്ത്രവുമാണ്. എന്താണ് ആ മന്ത്രം? ബ്രഹ്മാർപ്പണം ബ്രഹ്മഹതി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മാർപ്പണം, ഞാൻ ചെയ്യുന്ന കർമ്മം ബ്രഹ്മാർപ്പണമാവട്ടെ. ബ്രഹ്മഹവി, ഈ യാഗത്തിനായിട്ട് ഹവിസ് ഉണ്ടാവും. ആ ഹവിസ് ആർക്ക് കൊടുക്കുകയാണ്? ഭഗവാന് കൊടുക്കുകയാണ്. അതുപോലെ ഊണ് കഴിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ചോറും എന്താണ്? ഹവിസാണ്. ആ ഹവിസ് ആർക്ക് കൊടുക്കുന്നു? ഉള്ളിലിരിക്കുന്ന ആ ഭഗവാന് കൊടുക്കുന്നു. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാസ്ഥിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം. ഞാൻ വൈശ്വാനരാജ്ഞിയായിട്ട് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു. ആമാശയത്തിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ കാരണം. അല്ലേ? രാവിലെ 8:30 കഴിച്ച ഭക്ഷണമൊക്കെ ദഹിച്ചു ഇപ്പം വിശക്കാൻ തുടങ്ങിയില്ലേ? അപ്പം എന്താ കാരണം? ഭഗവാൻ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആമാശയത്തിൽ ഭഗവാൻ ഇല്ലെങ്കിലോ, വൈശ്വാനരാജ്ഞിയായി ഭഗവാൻ ഇല്ലെങ്കിലോ ആകെ പ്രശ്നമായി. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നത്. അപ്പം ഭഗവാന് കൊടുക്കുക എന്നുള്ള വിചാരത്തിൽ ഭക്ഷണം കഴിച്ചാൽ അതുപോലും എന്താവുന്നു? ഉപാസനയായി മാറുന്നു, ഈശ്വരാരാധനയായി മാറുന്നു. അതാണ് ഈശ്വരാരാധന എന്ന് പറഞ്ഞാൽ കേവലം നാമം ജപിക്കലോ അതുമാണേ, അല്ലാന്നല്ല. നാമം ജപിക്കലും ക്ഷേത്ര ദർശനം ചെയ്യലും മാത്രമല്ല, അതും ആണ്. എന്നാൽ ഏത് കർമ്മവും എന്താക്കി മാറ്റാം? ക്ഷേത്ര ദർശനം പോലെ ആക്കി മാറ്റാം. ഏത് കർമ്മവും ജപമാക്കി മാറ്റാം. ഏത് കർമ്മവും ഉപാസനയാക്കി മാറ്റാം. അതെങ്ങനെ ചെയ്താൽ? ഈശ്വര സമർപ്പണമായി ചെയ്താൽ അതെന്തായി? അത് യജ്ഞമായി. ഇപ്പം സാധാരണ നമ്മളിപ്പോൾ ഒരാളെ വധിക്കുകയാണെങ്കിൽ ഒരാളെ കൊല്ലുകയാണെങ്കിൽ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യും. എന്നാൽ ഇതേ കർമ്മം തന്നെയാണ് പട്ടാളക്കാരും ചെയ്യുന്നത്. പട്ടാളക്കാർ ഓരോരുത്തരെ ഇങ്ങനെ കൊന്നാലോ എന്താ കിട്ടുക? ബഹുമതിയാണ് കിട്ടുക. കീർത്തി ചക്ര, പരംവീര ചക്ര, ഇങ്ങനെയുള്ള ചക്രങ്ങളൊക്കെ കിട്ടും. നമ്മൾ കൊല്ലുകയാണെങ്കിലോ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും.
അപ്പം കൊല്ലലല്ല അടിസ്ഥാനം, മനോഭാവമാണ് അടിസ്ഥാനം. നമ്മളുടെ ഉള്ളിലുള്ള ചിന്ത എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് ആ പ്രവൃത്തി വരുന്നത്. ആ ഉള്ളിലുള്ള കാഴ്ചപ്പാടാണ്. ലോകസമർപ്പണമായിട്ടാണ് പട്ടാളക്കാരെന്ത് ചെയ്യുന്നത്? ധർമ്മത്തെ രക്ഷിക്കാനായിട്ടാണ് അവരുടെ കർമ്മം ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പം നമ്മൾ നമുക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്? അത് ദോഷമായി മാറുന്നത്. ലോകോപകാരപ്രദമായിട്ട് ഈശ്വര സമർപ്പണമായിട്ട് യുദ്ധം ചെയ്താൽ പോലും അതുപോലും എന്തായി മാറുന്നു? യാഗമായി മാറുന്നു, യജ്ഞമായി മാറുന്നു. ഇതൊക്കെയാണ് ഈ കഥയുടെ താല്പര്യം. എന്നാൽ ശിവനില്ലാതെ യാഗം ചെയ്താൽ തന്നെ എന്തായി മാറുന്നു? ഞാൻ, അഹങ്കാരം, ആ ഭാവത്തോടുകൂടി, അതാണ് തലക്കനം. ആ അഹങ്കാരത്തോടുകൂടി കർമ്മം ചെയ്താൽ ദക്ഷപ്രജാപതിയെപ്പോലെ സ്ഥാനഭ്രഷ്ടനാവേണ്ടതായി വരുന്നു. ഒരു സ്ഥാനവും കിട്ടാതെ അവസാനം ആടിൻ്റെ തല വെക്കേണ്ടതായിട്ട് വന്നു ദക്ഷപ്രജാപതിക്ക്. അഹങ്കാരമാണ് അതിന് കാരണമായത്. ഞാനെന്ന ഭാവം, ആ ഭാവത്തോടുകൂടി കർമ്മം ചെയ്തതിൻ്റെ ഫലമായി, യാഗം ചെയ്തതിൻ്റെ ഫലമായി അവസാനം ആടിൻ്റെ തല വെക്കേണ്ടതായിട്ട് വന്നു. എല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മഹാദേവൻ്റെ അടുത്തേക്ക് എന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി നേരെ കൈലാസത്തിലേക്ക് ചെന്നു. കൈലാസത്തിൽ ഭഗവാൻ നാരദായ പ്രവോചന്തം, നാരദനായി തത്വങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആസീനം തർക്കമുദ്രയാ, ജ്ഞാനമുദ്രയോടുകൂടിയിട്ടിരിക്കുന്ന ആ ഭഗവാനെ, ദക്ഷിണാമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാൻ എങ്ങനെ കണ്ടു? ഭഗവാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെതിരായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയെന്ന് മാത്രം. കണ്ണാടി, നമ്മൾ സുന്ദരനായിട്ട് കണ്ണാടിന് മുമ്പ് പോയി നിന്നാൽ നമ്മുടെ സൗന്ദര്യത്തെ കണ്ണാടിയിൽ കാണാം. നമ്മൾ വിരൂപനായിട്ടാണ് അവിടെ നിൽക്കുന്നതെങ്കിലോ നമ്മുടെ വൈരൂപ്യമാണ് കണ്ണാടിയിൽ കാണുക. കണ്ണാടിക്ക് നമ്മുടെ സൗന്ദര്യം കാണിക്കണമെന്നുമില്ല, വൈരൂപ്യം കാണിക്കണമെന്നുമില്ല. ഭഗവാൻ അങ്ങനെയാണ്, ഉദാസീനനാണ്, അഗ്നിയെ പോലെയാണ്. അഗ്നിയിൽ നമുക്ക് എന്ത് കൊടുത്താലും അഗ്നി സ്വീകരിക്കും, അല്ലേ? നമ്മൾ എന്ത് കൊടുത്താലും അഗ്നി എടുക്കും. ഗണപതി ഹോമത്തിൻ്റെ കൂട്ടും അഗ്നി സ്വീകരിക്കും. ഇനി ശവം കൊടുത്താലോ അതും അഗ്നി സ്വീകരിക്കും. അഗ്നിക്ക് ഞാൻ അന്നതേ എടുക്കുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. അതുപോലെ ഭഗവാനും അതെ, നമ്മളോട് പ്രത്യേകിച്ചൊരു ദേഷ്യമുണ്ടോ ശിവന്? ആരോടും ഒരു ദേഷ്യവുമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അതേ വഴിയുള്ളൂ. ദക്ഷപ്രജാപതിയുടെ ഒരു ശാപം ഉണ്ടല്ലോ, അതുകൊണ്ട് ആടിൻ്റെ തല വെച്ചോട്ടെ എന്ന് പറഞ്ഞു. താടി പോയ ഭൃഗുനെന്താ ചെയ്യുക ചോദിച്ചു. ആടിൻ്റെ താടി വെക്കാമെന്ന് പറഞ്ഞു. പൂഷാവിന് പല്ലില്ലാത്ത പൂഷാവ് വലിയ ബുദ്ധിമുട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കണ്ട, സാധാരണ ചോക്ലേറ്റൊക്കെ കഴിച്ചാൽ മതി, അങ്ങനെ നടന്നോളാൻ പറഞ്ഞു. ഇങ്ങനെ ഒരുവിധം പ്രശ്നമൊക്കെ പരിഹരിച്ചു. മുഴുവൻ നേരെയാവില്ല, ഭഗവാനെ കുറ്റം പറഞ്ഞാൽ, പരിഹസിച്ചാൽ മുഴുവൻ നേരെയാവില്ല എന്നർത്ഥം. അവസാനം ആ ദക്ഷപ്രജാപതിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഭഗവാനെ വളരെ കേമായിട്ടൊക്കെ സ്തുതിച്ചു. ആ സ്ഥലത്തേക്കായിട്ട് ആര് വന്നു? വിഷ്ണു ഭഗവാനും വന്നു. ബ്രഹ്മാവും ശിവനും ഉണ്ടെങ്കിൽ അവിടെ ആരും ഉണ്ടാവും? വിഷ്ണു ഭഗവാനും ഉണ്ടാവും. ആ വിഷ്ണു ഭഗവാനെ വിളിച്ചില്ലെങ്കിലോ അവിടേക്ക് ബ്രഹ്മാവും പോവില്ല, ശിവനും പോവില്ല. ഈ ശിവനെ വിളിച്ചില്ലെങ്കിലോ അവിടേക്ക് ബ്രഹ്മാവും പോവില്ല, വിഷ്ണു ഭഗവാനും പോവില്ല. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്, അതാണ് തത്വം. അത് മനസ്സിലാവണം. ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, ഭഗവാൻ എല്ലാവരും കേമായിട്ടൊക്കെ സ്തുതിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനും മഹാദേവനും ബ്രഹ്മാവും മൂന്നല്ല, മൂന്നും ഒന്ന് തന്നെയാണ്. അഹം ബ്രഹ്മാച സർവശ്ച ജഗതക്കാരണം പരം. ഞാനും മഹാദേവനും ബ്രഹ്മദേവനും ഒക്കെ ഒന്നാണ്. ഒരേ തത്വത്തെ തന്നെ പലതായിട്ട് പറയുന്നു എന്ന് മാത്രം. ഒരേ സത്യം തന്നെ പല ഭാവങ്ങളിൽ കാണുന്നു. ഈ ദേവന്മാരായിട്ടൊക്കെ നിൽക്കുന്നത് ആരാണ്? ഒരേ ബ്രഹ്മം തന്നെ പല ദേവതകളായിട്ട് നിൽക്കുകയാണ്. ഏതുപോലെ ഊർജം ഒന്നേ ഉള്ളൂ. ഊർജം ഒന്നേ ഉള്ളെങ്കിലും ഉപാധിയുടെ വ്യത്യാസത്തിനനുസരിച്ച് ഗതികോർജമായും കാന്തികോർജമായിട്ടൊക്കെ മാറി നിൽക്കുമല്ലോ, പലതരത്തിലായിട്ട് പ്രവർത്തിക്കുമല്ലോ. അതേപോലെ ഒരേ സത്യം തന്നെ പല ഭാവങ്ങളിലായിട്ട് നിൽക്കുന്നു. ബ്രഹ്മം തന്നെ സത്വഗുണത്തെ സ്വീകരിക്കുന്ന സമയത്ത് വിഷ്ണു എന്ന് പറയുന്നു. അതേ ബ്രഹ്മം തന്നെ രജോ ഗുണത്തെ സ്വീകരിച്ച് സൃഷ്ടിയാദി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴോ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നു. അതേ ഭഗവാൻ തന്നെ സംഹാരാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴോ ശിവൻ എന്ന് വിളിക്കുന്നു. മൂന്നും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ആരാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നായിട്ട് മനസ്സിലാക്കുന്നത്, രണ്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്, ഒരേ ഭഗവാൻ തന്നെയാണ് പലതായിട്ട് മാറി നിൽക്കുന്നത് എന്ന് ആര് മനസ്സിലാക്കുന്നുണ്ടോ അവർക്ക് സശാന്തി മധിഗച്ഛതി, പരമമായ ശാന്തിയെ പ്രാപിക്കാൻ കഴിയുന്നു. ഇതല്ലാതെ ഒരു വഴിയില്ല. ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ വഴി? ഈശ്വരനെ ഇവിടെ ഉള്ളൂ എന്ന് മനസ്സിലാവുക. എല്ലാം ഭഗവാൻ തന്നെ. അമൃതം ജൈവ മൃത്യുശ്ച സതസച്ചാഹമർജുന എന്ന് പറയുന്നില്ലേ? അമൃതവും മൃത്യുവും എല്ലാം ആരാണ്? ഭഗവാൻ തന്നെ. മരണവും ഭഗവാൻ തന്നെ, ജീവിതവും ഭഗവാൻ തന്നെ, എല്ലാം ഭഗവാൻ തന്നെ എന്ന് മനസ്സിലാക്കുന്നവരാരാണോ അവർക്ക് പരമമായ ശാന്തിയെ നേടാൻ സാധിക്കും. ഒക്കെ നേരെയാക്കുന്നതും ഭഗവാൻ തന്നെയാണ്, അപകടമാക്കുന്നത് ആരാണ്? അതും ഭഗവാൻ തന്നെയാണ്. ഇതല്ലേ സഹസ്രനാമത്തിൽ പറയുന്നത്? കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ എന്ന് കാണാം. കരണം കാരണം കർത്ത.
കരണം ആരാണ്? ഇതൊക്കെ ചെയ്യുന്നത് ആരാ? ആരാലാണ് ഇതൊക്കെ ചെയ്യപ്പെടുന്നത്? ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഭാഗവതം വായിക്കുന്നത് ആരാണ്? ഞങ്ങളൊക്കെയാ വായിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങളാകുന്ന ഉപകരണങ്ങളെ കൊണ്ട് ഭാഗവതം വായിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഭഗവാൻ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ഒരു ഉപകരണം മാത്രമാണ്. ഞങ്ങൾ വായിക്കാനില്ലയോ ആരെയും വായിക്കൂ, അത്രയേ ഉള്ളൂ. വേറെ ആരെയും കൊണ്ട് വായിപ്പിക്കും ഭഗവാൻ. അപ്പം നമ്മളാകുന്ന ഉപകരണങ്ങളെ കൊണ്ട്, നമ്മളാണെന്ന് കരുതണ്ട, ഒക്കെ ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് കരണം എന്ന് പറഞ്ഞാൽ. കാരണം, ഇതിനൊക്കെ കാരണം ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ ഇല്ലെങ്കിലോ, പെരുമൺപുറ അമ്പലം ഇല്ലെങ്കിൽ ഇവിടെ സപ്താഹം നടത്താൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ഭഗവാനാണ് കാരണവും. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് അതൊക്കെ നടക്കുന്നത്. കാരണം കർത്ത, ചെയ്യുന്നതും ആരാണ്? ഭഗവാൻ തന്നെ. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വന്നിരിക്കുന്നത് കൊണ്ടാണ് പറയാനും ഇവിടെ ഇരിക്കണ ഒരു ശക്തി വേണ്ടേ? ഭാഗവതം കേട്ടിരിക്കണ ഒരു ശക്തി വേണം അല്ലേ? ഭാഗവതം പറയണമെങ്കിലോ വായിക്കണമെങ്കിലോ ഒരു ശക്തി വേണം. അപ്പം കാരണം കർത്ത, അതും ഭഗവാൻ തന്നെയാണ്. ഇതൊക്കെ അപകടമാക്കുന്നത് ആരാണ്? വികർത്ത, അതും ഭഗവാൻ തന്നെ. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേരല്ലാതെ ആവുന്നതോ, വിചാരിച്ച കാര്യങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ആവുന്നുണ്ടോ? ഇല്ല. ചിലതൊക്കെ വികലമാവുന്നില്ലേ? വിചാരിക്കാത്ത പല വിഷമങ്ങളും വരുന്നില്ലേ? അതിൻ്റെ കാരണം ആരാണ്? അതും ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലോ, എല്ലാം ഭഗവാൻ തന്നെ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ, നാരായണ ഗുരുസ്വാമികൾ പറയുന്നില്ലേ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീ തന്നെയാണ് സൃഷ്ടി, നീ തന്നെയാണ് സൃഷ്ടാവ്, നീ തന്നെയാണ് ഈ കാണുന്ന സൃഷ്ടിജാലങ്ങളെല്ലാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പരമമായ ആ ശാന്തിയെ നേടാൻ സാധിക്കും. ഞാനാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ അവിടെ പ്രശ്നമായി. അതാണ് ദക്ഷ പ്രജാപതിക്ക് പറ്റിയ കുഴപ്പം. ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതിൻ്റെ ഫലം എനിക്ക് കിട്ടണം, ആ ചിന്തയോടുകൂടി കർമ്മം ചെയ്തു, അഹങ്കാര മമതയോടുകൂടി കർമ്മം ചെയ്തതിൻ്റെ ഫലമായി അത് യാഗമായാലും അതെന്തായി മാറുന്നു? ബന്ധനമായി മാറുന്നു. എന്നാ അഹങ്കാരം ഇല്ലാതെ കർമ്മം ചെയ്താലോ, ഞാൻ എന്ന ഭാവം ഇല്ലാതെ കർമ്മം ചെയ്താലോ, ഞാൻ എന്നുള്ള സ്ഥാനത്ത് ഭഗവാനെ വയ്ക്കുക, എന്നെക്കൊണ്ട് ഭഗവാൻ ചെയ്യിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഫലം ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള വിചാരം ഉണ്ടാവുക. ഈ രണ്ട് ചിന്ത ഉണ്ടായാൽ ഏത് കർമ്മവും എന്തായി മാറുന്നു? ഉത്കർഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം ചോദിച്ചു സതീദേവിയുടെ കാര്യം എന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സതീദേവി മരിക്കുന്ന സമയത്തും ഭഗവാനെ തന്നെ വിചാരിച്ചിട്ടാണ് മരിച്ചത്. ജഗദ്ഗുരോശ്ചിന്തയതീന ചാപരം, ജഗദ്ഗുരുവായ ആ ഭഗവാനെ വിചാരിച്ചും കൊണ്ടാണ്, ശിവനെ തന്നെ വിചാരിച്ചും കൊണ്ടാണ് മരിച്ചത്. അതുകൊണ്ട് നമ്മൾ ആരെ വിചാരിച്ച് മരിക്കുന്നുണ്ടോ അതായി തീരുന്ന പറയുക. അപ്പം ഭഗവാനെ തന്നെ വിചാരിച്ച് മരിച്ചത് കൊണ്ട് ഭഗവാൻ തന്നെയായി മാറി. പാർവതീച്ചാലും ആരാണ്? ശിവൻ തന്നെയാ, വ്യത്യാസമൊന്നുമില്ല. ജഗതപ്പിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ. ശിവനും പാർവതിയും രണ്ടും രണ്ടല്ല എന്നാണ്. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ എന്നാണ്. വാക്കും അർത്ഥവും പോലെയാണ്. ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അർത്ഥം ഉണ്ടാവും. വാക്ക് പറയുമ്പോഴേക്കും അർത്ഥം നമ്മുടെ ഉള്ളിൽ വന്നു. അപ്പം അമ്പലം ഒരു വാക്കാണ്. അമ്പലം എന്നങ്ങോട്ട് പറയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ എന്ത് വന്നു? അർത്ഥം വന്നില്ലേ? അപ്പം നിങ്ങൾക്കൊക്കെ ഓരോരോ അർത്ഥം വന്നിട്ടുണ്ടാവും, മനസ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പം ഓരോ എല്ലാ വാക്കിൻ്റെയും അർത്ഥം നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. ഇപ്പോൾ പല ഭാഷകളിലുള്ള വാക്കിൻ്റെ ഒന്നും അർത്ഥം നമുക്ക് നിശ്ചയം ഉണ്ടാവില്ല. എന്നാലും വാക്കിൻ്റെ അവിടെ എന്തുണ്ട്? അർത്ഥമുണ്ട്. അഥവാ അർത്ഥം ഉണ്ടെങ്കിലേ വാക്ക് വാക്കാവുള്ളൂ. അപ്പം ശിവൻ ഉണ്ടെങ്കിലേ പാർവതി ഉള്ളൂ, അല്ലെങ്കിൽ പാർവതി ഉണ്ടെങ്കിലേ ആരുള്ളൂ? ശിവനും ഉള്ളൂ. അതാണ്, രണ്ടും ഒരുപോലെയാണ്. അർത്ഥം ഉണ്ടെങ്കിലേ വാക്കിന് പ്രസക്തി ഉള്ളൂ. അതാണ്, വാക്ക് ആവണമെങ്കിൽ ആര് വേണം? അർത്ഥം വേണം. വാക്കും അർത്ഥവും പോലെ യോജിച്ച് നിൽക്കുന്ന ആ ശിവപാർവതി രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അല്ലേ പറഞ്ഞത് നമശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവൃദ്ധരാഭ്യാം മഹേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമ ശങ്കര പാർവതീഭ്യാം. ശിവനും പാർവതിയും നമശിവായ ശിവതരായ അവിടെ കാണാം. ശിവനും ശിവയും രണ്ടല്ലാണ്, രണ്ടും ഒന്നായും കൊണ്ടാണ്. ഇപ്പം ശിവ എന്ന് പറയുന്നിടത്ത് ആരുണ്ട്? ശിവ എന്ന് പറയുമ്പോൾ മഹാദേവൻ, ശിവ എന്ന് പറയുമ്പോഴോ ദേവി. ശിവ എന്നുള്ള ആ നാമത്തിൽ തന്നെ ആര് വരുന്നുണ്ട്? പാർവതിയും വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ പാർവതിയായിട്ട് ഈ സതീദേവി ജനിച്ചു എന്ന ആ ഒരു കഥയും കൂടി സൂചിപ്പിച്ചു. അതിനുശേഷം പിന്നീട് ഉത്താനപാദൻ്റെ കഥയിലേക്ക് കടക്കുകയാണ്. മനുവിൻ്റെ മകനാണ് ഉത്താനപാദൻ. ഉത്താനപാദൻ ചന്താർത്ഥം ഒരു കാല് മുകളിലേക്ക് വെച്ചവെന്നാണ്. ഒരു കാല് മുകളിലേക്ക് വെക്കുക, അല്ലെങ്കിൽ കാല് മുകളിലേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാല് മുകളിലും തല താഴെയാണ്. അപ്പോൾ തലകീഴായവൻ എന്നർത്ഥം. സമ്പ്രദായങ്ങളെ മുഴുവൻ തലകീഴാക്കിയവൻ എന്നാണ് ഉത്താനപാദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അദ്ദേഹം 2 വിവാഹം കഴിച്ചു. ഒരു ഭാര്യയുടെ പേര് സുനീതി എന്നാണ്, ആദ്യത്തവളുടെ പേര് സുനീതി എന്നാണ്, രണ്ടാമത്തവളുടെ പേര് സുരുചി എന്നാണ്.
ഒരു രാജാവാണെങ്കിൽ ആരോടാവണം ഇഷ്ടം ഉണ്ടാവേണ്ടത്? നീതിയോടല്ലേ ഇഷ്ടം ഉണ്ടാവേണ്ടത്? ഇവിടെ ആരോടാ ഇഷ്ടം? രുചിയോടാണ് കൂടുതൽ ഇഷ്ടം, സുരുചിയോടാണ് കൂടുതൽ ഇഷ്ടം. കുറച്ച് പരിഷ്കാരമൊക്കെ കൂടുതലുണ്ട് സുരുചിക്ക്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സുനീതിനെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. 2 ഭാര്യമാരിൽ ഓരോരോ ആൺകുട്ടികൾ അദ്ദേഹത്തിനുണ്ട്. കുട്ടികൾക്ക് അമ്മയെ ഒഴിവാക്കി എന്നുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ. 5 വയസ്സായ കുട്ടികളാണ്. സുനീതിയിലുണ്ടായ മകനാണ് ധ്രുവൻ, സുരുചിയിലുണ്ടായ മകനാണ് ഉത്തമൻ. ഇവർ 2 പേരും ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം രാജാവിൻ്റെ ഭൃത്യൻ വന്നിട്ട് ഉത്തമനെ വിളിച്ചങ്ങോട്ട് കൊണ്ടുപോയി. ധ്രുവനും വഴിയേ പോയി. അവിടെ ചെന്നപ്പോഴോ രാജാവ് ഉത്തമൻ അങ്ങനെ വളരെ ഭംഗിയായിട്ട് അങ്ങനെ ലാളിക്കുന്നുണ്ട്. അപ്പോൾ ധ്രുവൻ വിചാരിച്ചു തന്നെയും ഇതുപോലെ ലാളിക്കും അച്ഛൻ എന്നൊക്കെ കരുതി കയ്യും കൊണ്ടങ്ങോട്ട് പോയി അച്ഛൻ്റെ അടുത്തേക്ക്. അന്നേരല്ലേ പെട്ടെന്ന് ആ ചെറിയമ്മ അവിടെ ഉണ്ടായിരുന്നു, സുരുചി ചെറിയമ്മ പറഞ്ഞു, പെട്ടെന്നാതാ നിൽക്കാവിടെ എന്നുള്ളതാം ശബ്ദം കേട്ടിട്ടവൻ ഞെട്ടിപ്പോകുന്നു. നിൽക്കവിടെ എന്നൊരു ശബ്ദം അങ്ങനെ കേട്ടു. നോക്കിയ സമയത്തോ തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയമ്മ, തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയമ്മ എങ്ങനെ നിൽക്കുന്നുണ്ട്, കണ്ണൊക്കെ ഉരുട്ടി വീഴ്ചം കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഈ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്നുണ്ടെങ്കിൽ തപസാരാധ്യ പുരുഷം തസ്തൈവാനുഗ്രഹേണമേ ഗർഭേത്വം സാധയാത്മാനം യതിച്ഛസി നൃപാസനം. ആദ്യം പോവുക, ഭഗവാനെ തപസ് ചെയ്യുക. ഭഗവാനെ തപസ് ചെയ്താൽ, കുറേ തപസ് ചെയ്താൽ ഭഗവാൻ വരും, പ്രത്യക്ഷപ്പെടും. എന്താ വരം വേണ്ടത് ചോദിക്കും. നേരം പറയുക, സുരുചിയുടെ മകനായി ജനിപ്പിക്കണം എന്ന് പറയുക. അങ്ങനെ എൻ്റെ മകനായി ജനിച്ചാൽ മാത്രമേ നിനക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ധ്രുവന് വലിയ സങ്കടമായി. ധ്രുവന് ചെറിയമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല വിഷമുണ്ടായത്. ഇതൊക്കെ കേട്ടിട്ടും ആ ഉത്താനപാദൻ കമാന്നൊരക്ഷരം പോലും പറയാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ടതോടുകൂടി വലിയ വിഷമായി. ആ ധ്രുവൻ അമ്മയുടെ അടുത്തേക്ക്, സുനീതിയുടെ അടുത്തേക്ക് അങ്ങനെ ഓടിച്ചെന്നു. അവിടെ ചെന്ന സമയത്തോ സുനീതി മകനങ്ങോട്ട് എടുത്തു, മടിയിൽ വെച്ചു. എന്നാണെങ്കിൽ പ്രതികാരം വീട്ടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. സുനീതി എന്താ പറഞ്ഞു കൊടുത്തത്? വിഷമിക്കേണ്ട, ഈ സുരുചി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഈ ഭാഗ്യമില്ലാത്ത എൻ്റെ മകനായിട്ട് നീ ജനിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ ചീത്തയൊക്കെ കേൾക്കേണ്ടി വന്നത്. പിന്നെ ആര് ദേഷ്യം പിടിച്ച് പറഞ്ഞാലും നല്ലതുപോലെ പറഞ്ഞാലും എന്ത് പറയുന്നു നോക്കിയാൽ മതി. ഭഗവാനെ സേവിക്കണം എന്നല്ലേ പറഞ്ഞത്? ഭഗവാനെ സേവിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറഞ്ഞാലും ശരിയാണ്. ഭഗവാനെ സേവിക്കുകയാണ് വേണ്ടത്. തമേവ വത്സാശ്രയ ഭൃത്യവത്സലം, ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ ആ ഭഗവാനെ ഉപാസിച്ചോളൂ. നിൻ്റെ പിതാമഹനായ മനുവിൻ്റെ പിതാവായ ബ്രഹ്മാവിനും എല്ലാവർക്കും ശ്രേയസ്സുണ്ടായത് ആ വിഷ്ണു ഭഗവാനെ ഭജിച്ചത് കൊണ്ടാണ്. അങ്ങോട്ട് ഭഗവാനെ സേവിച്ചോളൂ, അതുകൊണ്ട് ഭഗവാനെ സേവിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടു ധ്രുവൻ നേരെ ആ കൊട്ടാരത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. നിശ്ചക്രാമപിതു പുരാത്, നേരെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ കാട്ടിലൂടെ എങ്ങനെ പോവുകയാണ്. ഭഗവാൻ നാരദനെ പറഞ്ഞയച്ചു. എല്ലാം ഉപേക്ഷിച്ചും കൊണ്ടൊരു ഉണ്ണി എന്നെ സേവിക്കാനായിട്ട് വരുന്നുണ്ട്, അയാൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കണം നാരദനോട് പറഞ്ഞു. നാരദൻ അങ്ങനെ വന്നു, ധ്രുവൻ്റെ മുമ്പിൽ അങ്ങനെ നിന്നു, ഭംഗിയായിട്ട് അങ്ങനെ അനുഗ്രഹിച്ചു. ആദ്യം ധ്രുവൻ ഇന്ന് പരീക്ഷിച്ചു. ധ്രുവനോട് ചോദിച്ചു, അതല്ല ധ്രുവ, ഈ ഈശ്വരനെ സേവിക്കാനായിട്ടൊക്കെ ഈ കൊട്ടാരമൊക്കെ ഒഴിവാക്കി പോകേണ്ട കാര്യമുണ്ടോ? എത്ര നല്ല കൊട്ടാരത്തിലാണ് ഈ താമസിക്കുന്നത്. എന്തിനാ വെറുതെ ഈശ്വരനെ സേവിക്കാൻ ഇപ്പോഴേ പുറപ്പെടുന്നു? 5 വയസ്സല്ലേ ആയുള്ളൂ. കുറച്ച് പ്രായമായിട്ടൊക്കെ പോലെ, തല നരച്ചിട്ടൊക്കെ പോലെ ഭാഗവതമൊക്കെ വായിക്കുക. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇതിനായിട്ടൊക്കെ പുറപ്പെടേണ്ട കാര്യമുണ്ടോ? പിന്നെ കുട്ടികളെ സംബന്ധിച്ച് മാനം അപമാനം അങ്ങനെയൊന്നുമില്ല. നാധുനാപ്യപമാനം തേ സമ്മാനം വാപി പുത്രക. ചെറിയ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല, മാനാപമാനമൊന്നുമില്ല. പിന്നെ രണ്ടാമത് ഈശ്വരനെ സേവിക്കുക, വിഷ്ണു ഭഗവാനെ മനസ്സിലാക്കുക എന്നൊന്നും പറഞ്ഞാൽ എളുപ്പമല്ല. യൽ പ്രസാദം സവൈ പുംസാം ദുരാരാധ്യോ മതോ മമ. ദുരാരാധ്യനാണ്, പെട്ടെന്നൊന്നും ഭഗവാനെ കിട്ടുമൊന്നുമില്ല. നന്നായി ശ്രമിച്ചാൽ മാത്രമേ. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്, ദീർഘകാലങ്ങളെ കൊണ്ട് പെട്ടെന്നൊന്നും കഴിയില്ല. കുറേ ഭാഗവതം കേൾക്കുക, ശ്രവിക്കുക, പിന്നെ കുറേ മനനം ചെയ്യുക. അങ്ങനെ ദീർഘകാലങ്ങളെ കൊണ്ട് മാത്രമേ ഭഗവാനും ഞാനും രണ്ടല്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ എത്താൻ കഴിയുള്ളൂ. അതാണ് ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ. പെട്ടെന്നൊന്നും കഴിയില്ല. ചിലപ്പോൾ ഈ ജന്മം കഴിഞ്ഞോളൊന്നുമില്ല. ചിലർക്കോ ചിലപ്പോൾ ഈ ജന്മം തന്നെ സാധിച്ചു എന്ന് വരും. ജനിക്കുന്നത് തന്നെ ഈശ്വരാനുഭവത്തോടു കൂടിയിട്ടായിരിക്കും. ചില മഹാപുരുഷന്മാർ ജന്മം എടുക്കുമ്പം തന്നെ എങ്ങനെയായിരിക്കും? ഈശ്വരനെ അറിഞ്ഞും കൊണ്ടായിരിക്കും. അങ്ങനെയും സംഭവിക്കാം. അതുകൊണ്ട് നീ വെറുതെ ഇതിനായിട്ടൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. ഇപ്പം നടന്നോളൂ, തിരിച്ചു പോയിക്കോളൂ, ഞാൻ അച്ഛൻ്റെ മടിയിലോ തലയിലോ എവിടെ വേണേലും കൊണ്ടുപോയിട്ട് ഇരുത്തിത്തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ധ്രുവൻ ചോദിച്ചു, അതല്ല അങ്ങ് ശരിക്കും നാരദൻ തന്നെയല്ലേ? ഈ ലോകത്തിൽ 2 നാരദന്മാരുണ്ടോ? ഈശ്വരനെ സേവിക്കാൻ പോകുമ്പോൾ തടഞ്ഞു വെക്കുക, ഭഗവാനെ സേവിക്കേണ്ട എന്ന് പറയുന്നൊരു നാരദൻ അങ്ങനെ ഉണ്ടോ? ഇല്ല, ഞാൻ തന്നെ നാരദനായിട്ടുള്ളൂ.
എന്നാൽ മര്യാദയ്ക്ക് ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു തരിക, അതായത് ഒറ്റ ബ്രാഹ്മണനായിട്ട് ഇങ്ങനെ നിൽക്കരുത് എന്ന് പറഞ്ഞു ധ്രുവൻ. അത് കേട്ടപ്പം മനസ്സിലായി, ബ്രാഹ്മണൻ നല്ലതാണെങ്കിൽ ഒറ്റ ബ്രാഹ്മണനായി നിന്നാൽ നല്ലതല്ല, അത് മോശമെന്നാണ് പറയുക. ഒരു കണി കാണുന്നതിന് ഒറ്റ ബ്രാഹ്മണനാണെങ്കിൽ മോശം എന്ന് പറയാറുണ്ട്. ബ്രാഹ്മണൻ നല്ലതൊക്കെയാണ്, രണ്ടാളുണ്ടാവണം, അല്ലെങ്കിൽ ഒരു മോശമായിട്ട് പറയും. മുമ്പിൽ നിൽക്കാതെ മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പം നാരദന് മനസ്സിലായി ധ്രുവൻ വിചാരിച്ചതുപോലെയല്ല, ആ പേര് പോലെ തന്നെയാണ്. ധ്രുവൻ ചാന്താർത്ഥം ഉറപ്പ് എന്നർത്ഥം, ഉറപ്പുള്ളവൻ. ഈശ്വരനിലേക്ക് എത്താനുള്ള ആ താല്പര്യം ഉണ്ടെങ്കിൽ, അതിനൊരു താല്പര്യം ഉണ്ട് എന്ന് കണ്ടാൽ അതിൽ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടേ നിൽക്കുള്ളൂ, അതുവരെ പരിശ്രമിക്കും. ആ ഒരു ഉറപ്പുള്ളവർക്ക് മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ. ആത്മതഃ വീര്യം എന്നൊക്കെ പറയുന്നില്ലേ, ഈശ്വരനെ വിചാരിക്കുന്നവർക്കാണ് വീര്യം, എല്ലാ ശക്തിയും ഉണ്ടാവും. അല്ലെങ്കിൽ ഈശ്വര മാർഗത്തിലൂടെ പോകുന്നവർക്ക് ആ ഉറപ്പുണ്ടാവും. അല്ലെ, ഉറപ്പുള്ളവർക്കേ ഈശ്വരനിലേക്ക് എത്താനും സാധിക്കുള്ളൂ. ഇപ്പം ഇന്ന് രാവിലെ തന്നെ നോക്കൂ, എന്തായാലും തുടങ്ങുന്ന സമയത്ത് 10-25 ആൾക്കാരുണ്ടായിരുന്നല്ലോ. എന്തൊരു മഴയാ പെയ്തത്. പൊതുവെ എന്താ ഉണ്ടാവുക, ഇന്ന് നല്ല മഴയാണ്, നാളെ ഉണ്ടല്ലോ സപ്താഹം, ഇന്ന് പോണ്ട വിചാരിക്കുക ചെയ്യുക. എന്നാലും പോകണം, മഴ പെയ്താലും പോകണം എന്ന സങ്കല്പത്തോടു കൂടി ഇവിടെ വന്നിരുന്നില്ലേ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത്. അതാണ് ഉറപ്പ് എന്ന് പറഞ്ഞാൽ. ഞാനാണേ സംശയിക്കും, ഇവിടെ സപ്താഹം നടത്തേണ്ടതുകൊണ്ട് വന്നതാണ്. എത്ര ഉറപ്പുണ്ടെന്ന് അർത്ഥം. ആ ഉറപ്പുണ്ടെങ്കിലേ ഭഗവാനെ കിട്ടുള്ളൂ. നായമാത്മാ ബലവീര്യേണ നായമാത്മാ ബലഹീനേന ലഭ്യ എന്ന് പറയും. ഈ ഈശ്വരനെ ആർക്കാ കിട്ടുക? ബലമുള്ളവർക്ക്, മാനസികമായ ആ ഉറപ്പുള്ളവർക്കാണ് കിട്ടുക. നായമാത്മാ ബലഹീനേന ലഭ്യ, ബലമില്ലാത്തവർക്ക് കിട്ടില്ല. ചിലർക്ക് ആ ഒരു ബലം ഉണ്ടാവും. എല്ലാ ദിവസവും ആ കൃത്യസമയത്ത് ഭഗവാനെ വിചാരിക്കുക, നിവേദ്യം കഴിക്കുക, അല്ലെങ്കിൽ തേവാരം ചെയ്യുക, അത്ര സഹസ്രനാമം ജപിക്കുക, ത്രിശതി ജപിക്കുക, അത് മുടങ്ങാതെ കൊണ്ടു നടക്കുന്നത് കാണാം. അതെന്താ കാരണം? ആ ഭഗവാനിൽ ഭക്തി ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സാധിക്കില്ല. അല്ലെ, ഒരു ദിവസം കേമായിട്ടൊക്കെ ഉണ്ടാവും 1008 സഹസ്രനാമം ഒരു ദിവസം, അല്ലെങ്കിൽ 1008 ഗായത്രി ജപം ഒക്കെ ഉണ്ടാവും. പിറ്റേ ദിവസവും ഒരു ജപവും ഉണ്ടാവില്ല, 8 മണിക്ക് എണീക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടാവും. അതെന്താ കാരണം? ആ ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. അപ്പം ബലമുള്ളവർക്കാണ് ഭഗവാനെ കിട്ടുക. ഏതായാലും ധ്രുവന് ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ട ആ മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ധ്യാനിക്കാനായിട്ട് ഒരു മനോഹരമായ ഒരു രൂപം, സുന്ദരസ്മിത വക്ത്രാബ്ജ്യം നീലകുന്തളമണ്ഡിതം പുണ്ടരീകാഭിരാമാക്ഷം സ്ഫുരൻ മകരകുണ്ടലം, അങ്ങനെയുള്ളതായ വാലിട്ട് കണ്ണെഴുതി കൊണ്ടും ഗോപിക്കുരു തൊട്ടും കൊണ്ടും എന്താ ആ സൗന്ദര്യം ഭഗവാന്റെ. അങ്ങനെയുള്ളതായ ആ രൂപം ഉപദേശിച്ചു കൊടുത്തു. ധ്രുവൻ എവിടെ പോയിട്ട് ഭഗവാനെ ധ്യാനിക്കുകയാണ്? മധുവനത്തിൽ പോയി ഭഗവാൻ അങ്ങനെ ധ്യാനിക്കുകയാണ്. അങ്ങനെ ആ ഭഗവാന്റെ ആ ധ്യാനം, ഭഗവത് സ്വരൂപത്തെ തന്നെ വിചാരിച്ചും കൊണ്ട് ധ്രുവൻ 6 മാസേ തപസ് ചെയ്തിട്ടുള്ളൂ. 6 മാസം കൊണ്ട് തന്നെ ഭഗവാനെ കിട്ടി. അബ്ദാർത്ഥേന ഹരിം പ്രസന്നമകരോത് ഔത്താനപാതി ശിശു. 6 മാസേ വേണ്ടി വന്നുള്ളൂ. എത്രണ്ട് തീവ്രമായിട്ടാണ് നമ്മൾ ഭഗവാനെ സേവിക്കുന്നത്, അതിനനുസരിച്ചാണ് ഫലം കിട്ടുക. അപ്പം നെല്ല് എത്ര തവണ കുത്തിയാലാണ് അരിയാവുക ചോദിച്ചാൽ എന്താ പറയുക? നെല്ല് എത്ര പ്രാവശ്യം കുത്തിയാലാണ് അരിയാവുക ചോദിച്ചാൽ അങ്ങനെയാ പറയുക? കുത്തുന്നതിനനുസരിച്ചാണ്. ചിലര് കുത്തിയാൽ വേഗമാവും, ചിലര് കുത്തിയാൽ അത്ര പെട്ടെന്നാവില്ല. അപ്പം ധ്രുവന് 6 മാസേ വേണ്ടി വന്നുള്ളൂ. ആ 6 മാസം തീവ്രമായി ഭഗവാനെ തപസ് ചെയ്തു. ആ തപസ് ചെയ്തും കൊണ്ടിരിക്കുന്ന ധ്രുവന്റെ മുമ്പിലേക്ക് ഭഗവാൻ അവതരിക്കുകയാണ്, ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഭാഗമൊക്കെയാണ് നമുക്കിനി വായിക്കാനുള്ളത്. ആ പ്രകരണം അടുത്ത പ്രഭാഷണത്തിലായിട്ട് കേൾക്കാം. ഇപ്പം ഉച്ചവരെയുള്ള പാരായണവും പ്രഭാഷണവും ഇവിടെ സമർപ്പിക്കുകയാണ്, പ്രസാദൂട്ടിനായിട്ട് സമർപ്പിക്കുകയാണ്. ഇനിതാ 2:15 വീണ്ടും ആരംഭിക്കും, പാരായണം ആരംഭിക്കും. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഉച്ചയ്ക്ക് ശേഷം പൃഥുചരിതം, അതുപോലെ പുരഞ്ജനോപാഖ്യാനം, അതുപോലെ ഋഷഭാവതാരം തുടങ്ങിയ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് അനുസ്മരിക്കാനുള്ളത്.